ക്ലാസ് അടിപൊളിയായിരുന്നു. താങ്ക് ഓക്കെ, യു. ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ട്. വളരെ നന്ദി. ഓക്കെ, ഇനിയിപ്പോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പേഴ്സണൽ ആയിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവോ? വളരെ വളരെ ഉപകാരപ്പെടും. ഞാൻ കുറെ നിങ്ങൾ പ്രൈവറ്റിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഒരുവിധ കാര്യങ്ങളൊക്കെ ഇപ്പൊ വ്യക്തമായിട്ടുണ്ട്. ട്രെയിനിങ് ഇനി ലൈസൻസും അതുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇൻഫർമേഷൻസും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ഇത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങാം. എന്റെ പേര് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലെ? എന്റെ പേര് ഷഫീഖ് ആണ്. ഇ കൊമേഴ്സ് ബിസിനസ്സിൽ വർഷങ്ങളായിട്ട് യു എയിലും ഇന്ത്യയിലായിട്ടുണ്ട്. എന്റെ മിഷൻ എന്ന് പറയുന്നത് 1,00,000 ബിസിനസ് ഓണേഴ്സിനെ, സ്റ്റാർട്ടപ്പിനെ അവർക്ക് ഇ കൊമേഴ്സ് ബിസിനസ്സിലോട്ട് എൻട്രി ചെയ്യിപ്പിക്കുക, അതിനാവശ്യമായ സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ യു എയിലെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇപ്പം ഈ ഒരു സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ പേഴ്സണൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ട്രേഡ് ലൈസൻസിന്റെ പ്രൊസീജിയേഴ്സ്, എങ്ങനെയാണ്, ഏത് ലെവലിലേക്ക് എടുക്കേണ്ടത്, ഏതാണ് എടുക്കേണ്ടത്, ഒരുപാട് ഫ്രീ സോണുകളുണ്ട്, പല ആളുകൾക്കും പല ഡൗട്ട്, പലതും പല പ്രൈസിങ്, ഇങ്ങനെയൊക്കെ പല ഡൗട്ടുകൾ വന്നപ്പോൾ ഇത് ഒരുപാട് ആൻസറുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിൽ ചാറ്റിലുള്ള ലൈവായിട്ടുള്ള എടുക്കുന്നവർക്ക് ഒരു പക്ഷേ ഞാൻ വോയിസ് മെസ്സേജ് ഒക്കെ ആയിട്ട് അയച്ചിട്ടുണ്ടാവാം. അപ്പം ഇപ്പം ഞങ്ങൾക്ക് അതിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു സൂം മീറ്റിങ്ങിലൂടെ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ വന്നിട്ടുണ്ട്. ബിസിനസ് കൺസൾട്ടന്റ് ആണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അത് കൃത്യമായിട്ട് തന്നെ അവരോട് ചോദിക്കാം, മനസ്സിലാക്കാം, നോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാം. സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? വിസിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം ഇ കൊമേഴ്സ് ട്രേഡ് ലൈസൻസ് യു എയിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും, അതിന്റെ എന്തൊക്കെയാ മാനദണ്ഡങ്ങൾ, ഫ്രീ സോൺ ആണോ മെയിൻലാൻഡ് ആണോ ബെറ്റർ, അതിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ, ഇതൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഈ ഒരു സൂം മീറ്റിങ്ങിലൂടെ എനിക്ക് ക്ലാരിറ്റി കിട്ടും. ഇതിൽ ഇത് വരുന്നത് വെച്ചാൽ മീറ്റിംഗ് ടൈം ഒരു 45 മിനിറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. അതിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷനും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഓതറൈസ്ഡ് പേഴ്സൺ ഇതിനകത്ത് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെടുന്ന Z ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാൻ അവർക്ക് കഴിയും. അപ്പോൾ അതിന്റെ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് ഓൾറെഡി ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇത് കഴിഞ്ഞോട് കൂടി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കാൻ കഴിയും. അപ്പം ചോദിക്കുന്നവര് ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെയുണ്ട്. അവർക്ക് ഞാൻ മൈക്ക് ഓപ്പൺ ചെയ്ത് തരുന്നുണ്ടാവും. ഓക്കെ, അപ്പം ദുബായ് യു എയില് നോർമൽ ആയിട്ടുള്ളത് മെയിൻലാൻഡ്, അതുപോലെ ഫ്രീ സോണ്, പിന്നെ പുതിയതായിട്ട് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ ലൈസൻസ്, ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ മെയിൻലാൻഡ് എന്ന് പറയുമ്പോൾ സാധാരണ ഇവിടെ വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഒന്നും ആയിരിക്കില്ല. നിലവിൽ എല്ലാവർക്കും ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്റ്റെബിലിറ്റി ഇൻകം ഒന്ന് ജനറേറ്റ് ചെയ്യണം, എന്നിട്ട് ഒരു സീരിയസ് ആയിട്ട് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് പലരും ഇ കൊമേഴ്സിലോട്ട് എൻട്രി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മെയിൻലാൻഡ് എന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ്, നമുക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഡിപ്പെൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഇപ്പോൾ ഇ കൊമേഴ്സ് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ മെയിൻലാൻഡിൽ വരുന്നുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസുകളാണ് ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇതിലിപ്പം ഫ്രീ സോൺ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഷാർജ ഫ്രീ സോൺ ഉണ്ട്, അതുപോലെ അജ്മാൻ ഫ്രീ സോൺ ഉണ്ട്, റാസൽ ഹൈമ, പിന്നെ ദുബായിന്റെ ഫ്രീ സോൺ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ബെറ്റർ? ഇപ്പോൾ റാസൽ ഹൈമ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വരുന്നുണ്ടോ? ക്യാൻസലേഷൻ ചാർജ്, ആക്ടിവേഷൻ ചാർജ്, വിസ പ്രോസസ്സിങ്, ഇതിനെന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഫീസ് ഉണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ ഷാർജ ഫ്രീ സോണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യാം. അപ്പം ഈ ഷാർജ വേണ്ടതെന്ന് വെച്ചാല് ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യാൻ ഇപ്പം വിസിറ്റിംഗ് വിസ വന്ന ആൾക്കാർക്കും അത് ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. ലൈസൻസിന്റെ വാലിഡിറ്റി 1 ഇയർ ആണ്. വിസന്റെ വാലിഡിറ്റി 2 വർഷം, ലൈസൻസിന്റെ 1 വർഷമാണ്. അപ്പൊ നിലവിലെ വിസ ഉള്ള ആളുകൾ ഉണ്ടാവും. വിസ ഉള്ള ആളുകൾക്കും ലൈസൻസ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയും. അപ്പോൾ ലൈസൻസിന്റെ വാലിഡിറ്റി ആണ് ഈ 1 ഇയർ. നോർമൽ വിസ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് വിസന്റെ വാലിഡിറ്റി കിട്ടും. ഇപ്പൊ പുതിയതായിട്ട് വിസ ഒന്നും ഇല്ല, പുതിയതായിട്ട് ഇവിടെ ഒരു യു എയിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അത് ഇ കൊമേഴ്സ് ആണെന്നില്ല, ഏതാണെങ്കിലും ഇപ്പം നോർമൽ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഈ ഒരു ഷാർജ ഫ്രീ സോണിൽ കുറച്ചുകൂടി അഫോർഡബിൾ പ്രൈസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ അതിന് വേണ്ടത് വെച്ചാൽ ഇപ്പൊ ലൈസൻസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒരു ID വേണ്ടി വരും. അതുപോലെ വിസ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ചാർജസും കാര്യങ്ങളും കട്ടാവും.
അപ്പം ലൈസൻസിന്റെ വാലിഡിറ്റി 2 വർഷമാണ്. അപ്പൊ അതിൽ വിസ ഉള്ള സമയത്ത് ഇൻവെസ്റ്റർ ആണോ പാർട്ണർഷിപ്പ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ 1, 2, 3 പേര് കൂടിയിട്ടാണ് ഒരു ലൈസൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പാർട്ണർഷിപ്പിലായിരിക്കും. അതല്ല ഇൻഡിവിജ്വൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻവെസ്റ്റർ ആയിരിക്കും. ഇതൊരു വിസയും കൂടി പ്രിന്റ് ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ പറഞ്ഞത്. നോർമലായിട്ട് അതിന്റെ ആവശ്യമില്ല. അതുപോലെ അതില് ഭാവിയിൽ ഇപ്പം എംപ്ലോയിന്റെ ആഡ് ചെയ്യാൻ പറ്റുമോ, അതിന് എക്സ്ട്രാ ചാർജസ് ഉണ്ടോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് 100% ഓണർഷിപ്പ് വിസ ഹോൾഡേഴ്സിനായിരിക്കും. 100% ലോക്കലിന് ഇതിനൊന്നും ആവശ്യമില്ല. 100% ഓണർഷിപ്പ് അതിൽ വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 100% ഓണർഷിപ്പിലാണ് ഈ ഒരു ലൈസൻസ് ഉണ്ടാവുക. പിന്നെ വാറ്റ് രജിസ്ട്രേഷനും അതുപോലെ വാറ്റ് രജിസ്ട്രേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അത് വാറ്റ് രജിസ്ട്രേഷന് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോഴും മതി. എത്ര എമൗണ്ട് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ വാറ്റ് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. അതുപോലെ CT എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് ടാക്സ് വളരെ നിർബന്ധമാണ്. ലൈസൻസ് എടുക്കുന്ന സമയം തന്നെ ഏകദേശം 3 മാസത്തിനുള്ളിലെങ്കിലും ലൈസൻസ് ആക്ടിവേഷൻ ആയ മുതൽ 90 ഡേയ്സിന്റെ ഉള്ളിൽ CT രജിസ്ട്രേഷൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം 10K ഫൈൻ വരും. അപ്പം ലൈസൻസ് 3 മാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 3 മാസം കഴിയട്ടെ എന്നൊക്കെ വിചാരിക്കരുത്. ലൈസൻസ് എന്താണ് ആക്ടിവേഷൻ ചെയ്യുന്നത് അപ്പോൾ ആ സ്പോട്ട് തന്നെ ബാങ്ക് അക്കൗണ്ടും അതുപോലെ ഈ ഒരു CTയും കൂടി ആക്ടിവേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിൽ ലൈസൻസ് റിന്യൂവൽ ചാർജസ്, അതുപോലെ ക്യാൻസലേഷൻ ചാർജസ്, അതുപോലെ പുതിയ ലൈസൻസ് എടുക്കാനുള്ള ഓഫേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം ഇന്നത്തെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഓൾറെഡി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് അജ്മാൻ ഫ്രീ സോൺ ആണ്. അജ്മാൻ ഫ്രീ സോണിൽ തന്നെ ഇതുപോലെ കംപ്ലീറ്റ് പാക്കേജ് വരുന്നുണ്ട്. ലൈസൻസ് മാത്രം അതിനകത്ത് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. രണ്ട് ഡിഫറെന്റ് ആണ് എല്ലാ പ്രൈസും കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്ന റാസൽ ഖൈമയാണ്. റാസൽ ഖൈമ അതുപോലെ തന്നെ ലൈസൻസും ആക്ടിവേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ വിത്ത് വിസ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിപ്പോ എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാല് പല ആളുകളും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് വിസയും കൂടെ അതിനകത്ത് കിട്ടുമോ, ഞങ്ങൾക്ക് എമിറേറ്റ്സ് ആയിട്ടില്ല, വിസയും കൂടെ അതിനകത്ത് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓൾറെഡി UAE യിലുള്ള ആളുകൾക്ക് അതിന്റെ ആവശ്യം, വിസ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ ലൈസൻസ് മാത്രം അതിനകത്ത് ഓക്കെ. പിന്നുള്ളത് ദുബായ് മെയിൻലാൻഡ് ആണ്. ദുബായ് ഫ്രീ സോണിലാണ്. അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇതിലേറെ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റില്. പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെയുള്ള പുതിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് ആമസോൺ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് അത് വരുന്ന ഡിസംബറിൽ ഏകദേശം അത് സ്റ്റോപ്പ് ആകും. ഏകദേശം നല്ല സ്റ്റോപ്പ് ആകും. അപ്പൊ അതിന് മുമ്പ് തന്നെ ഏതെങ്കിലും ട്രേഡ് ലൈസൻസ് അപ്ലോഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ആമസോണിൽ അത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പൺ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് വേണ്ടതെന്ന് വെച്ചാൽ നിലവിലെ ഒരു ID വേണം. നേരത്തെ പറഞ്ഞ പോലെ വിസിറ്റിംഗ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ഈ ലൈസൻസ് എടുക്കാൻ കഴിയില്ല. എമിറേറ്റ്സ് ID നിർബന്ധമാണ്. മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഇത്രയും കാര്യങ്ങൾ അതിന് വേണം. പിന്നെ ചാർജ് വരുന്ന കംപ്ലീറ്റ് ഓൺലൈൻ പേയ്മെന്റ് ആണ്. പിന്നെ ഇതിൽ വാറ്റ്, CT നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ടാക്സ് ഇപ്പൊ നിർബന്ധമില്ല. പക്ഷെ വരുന്ന സമയത്ത് പുതിയൊരു അപ്ഡേഷൻ വന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോൾ അത് വരാൻ സാധ്യത ഉണ്ട്. കാരണം എത്രേണ്ട എമൗണ്ട് ഒക്കെ അരുൺ സാറ് അതിന് എക്സ്പ്ലനേഷൻ തരും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇത് ലൈസൻസുമായി ബന്ധപ്പെടുന്ന ഏകദേശം എല്ലാം കവർ ആയിട്ടുണ്ട്. ഏതൊക്കെ ഫ്രീ സോണുകളാണുള്ളത്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഏകദേശം ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നോർമൽ ആയിട്ട് ഇനി വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. എന്താണ് ഒരു ലൈസൻസ് പുതിയതായിട്ട് ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ, അവരോട് ചോദിക്കേണ്ട എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യനുകളാണെന്നുള്ളതാണ് ഒരു ഇതുവരെ വന്ന ഒരു ഡീറ്റെയിൽസ് പ്രകാരം ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതില് വരുന്ന വാട്ട്ആപ്പ് ലൈസൻസ് ബെസ്റ്റ് ഫോർ മൈ ബിസിനസ്,
എന്റെ ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായ ലൈസൻസ് ഏതാണ്, അത് മെയിൻലാൻഡ് എടുക്കണോ ഫ്രീ സോൺ എടുക്കണോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ആദ്യം എൻക്വയറി ചെയ്യണം. ഇപ്പം പുതിയതായിട്ട് ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യുന്നവർക്കുള്ളതാണ്. അപ്പൊ ബെസ്റ്റ് എന്റെ ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായത് ഏതാണ്. അപ്പൊ ബിസിനസ് ആക്ടിവിറ്റീസ് പറ്റുന്നുണ്ടാവും. എല്ലാ ആക്ടിവിറ്റീസും ഫ്രീ സോണിൽ പറ്റുന്നുണ്ടാവില്ല, എല്ലാ ആക്ടിവിറ്റീസും അതുപോലെ മെയിൻലാൻഡിൽ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ആക്ടിവിറ്റീസ് വളരെ കൃത്യമായിരിക്കണം. ആ ആക്ടിവിറ്റീസ് അനുസരിച്ചുള്ള ബിസിനസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ടോട്ടൽ കോസ്റ്റ് എത്ര വരും, രണ്ടാമത്തെ ടോട്ടൽ കോസ്റ്റ് എത്ര വരും, അതിൽ ഹിഡൻ ചാർജസ് എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വിസ ഇൻക്ലൂഡ് ആണോ, വിസ ഇതാണോ, അല്ലെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ വരുന്ന ഹിഡൻ ചാർജസ് കംപ്ലീറ്റ് അതിനകത്ത് ചോദിക്കണം. ഓക്കെ, ഇത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇടാം, ഇതിന് സ്ക്രീൻഷോട്ട് ഇടാം, ഇത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസിന്റെ. ഓക്കെ ചെയ്യാം. പിന്നുള്ളത് ഇതിന് ഓണർഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും സ്പോൺസർ ആവശ്യമുണ്ടോ, അതല്ല 100% ID ഓണറുടെ പേരിൽ തന്നെ ലൈസൻസ് കിട്ടോ എന്നുകൂടി അതിനകത്ത് ക്ലാരിഫൈ വരുത്തേണ്ടതുണ്ട്, ഏത് ലൈസൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും. അതുപോലെ എത്ര ദിവസം കൊണ്ടാണ് ഇത് ആക്ടിവേഷൻ ആവുക, കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞപ്പോ December 31 വളരെ കുറഞ്ഞ ദിവസങ്ങളുള്ളൂ. അപ്പം പെട്ടെന്ന് ആക്ടിവേഷൻ ആവാൻ പറ്റുമോ. സാധാരണ 3 ദിവസം 7 ദിവസമൊക്കെയാണ് സാധാരണ സമയം എടുക്കാറ്. പക്ഷെ ചില സമയത്ത് അത് എന്തെങ്കിലും ഒരു എന്താ പറയുക ഡോക്യുമെന്റ്സ് ഇഷ്യൂസ് കൊണ്ട് ചിലപ്പോൾ ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡോക്യുമെന്റ്സ് എന്തെല്ലാം വേണം അത് ഇതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. ക്ലിയർ ഉള്ള ഫോട്ടോസും അതുമായി ബന്ധപ്പെടുന്ന എല്ലാം ക്ലാരിറ്റിയോട് കൂടി തന്നെ അവർക്ക് കൊടുക്കുക. കാരണം ഓരോ ചെറിയൊരു സംഭവം മതി ക്യാൻസലേഷൻ വരാണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാം ഡിലേ വരും. അപ്പൊ അത് നിൽക്കരുത്. അപ്പൊ അതിന്റെ ഒരു ചോദിക്കുക എത്ര ദിവസം കൊണ്ടാണ് ഈ ഒരു ലൈസൻസ് ആക്ടിവേഷൻ ആക്കി കിട്ടുക, കയ്യിൽ കിട്ടുന്ന ദിവസം. ആക്ടിവേഷൻ ചിലപ്പോൾ ആയിട്ടുണ്ടാവാം ഓൺലൈനിലൊക്കെ, പക്ഷെ അത് നമുക്ക് കയ്യിൽ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ കയ്യിൽ കിട്ടേണ്ട ദിവസം എന്നാണ് കറക്റ്റ് ഡേറ്റ് എന്നുള്ളവരോട് ചോദിക്കണം. പിന്നുള്ളത് ഓഫീസാണ്. ഓഫീസ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അതിന് ഓഫീസ് ഫ്രീ ഉണ്ടോ, വെർച്വലായിട്ട് ഫ്ലെക്സി ആയിട്ടുള്ള ഡെസ്ക് നമുക്ക് കിട്ടുന്നുണ്ടോ, അത് ഫ്രീ ആണോ, അതിന് ഇയർലി മന്ത്ലി എന്തെങ്കിലും കോസ്റ്റ് അതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചോദിക്കണം എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ബിസിനസിന്റെ ആക്ടിവിറ്റീസ്. അപ്പൊ ബിസിനസ് നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് വേണം. അപ്പോൾ ആ ഒരു ബിസിനസിന്റെ ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലിയും അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും, ഒപ്പം ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ ഓൺലൈൻ മാത്രമേ പറ്റുണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ലൈസൻസ് എടുക്കുന്ന സമയം തന്നെ അതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം അന്വേഷിക്കണം, എന്നിട്ട് അതിനനുസരിച്ച് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യാം. പിന്നുള്ളത് ഡോക്യുമെന്റ്സ് ആണ്. എന്ത് ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്, കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ്സ് ക്ലാരിറ്റി. ഇവര് ഇപ്പം ഏജൻസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും കറക്റ്റ് ക്ലാരിറ്റിയോട് കൂടിയുള്ള ഡോക്യുമെന്റ്സ് തന്നെ വേണം. അത് കൃത്യമായിട്ടാണ് നോക്കണം. ഇപ്പൊ ഡോക്യുമെന്റ്സ് സെറ്റ് ചെയ്തിട്ട് വേണം ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആയിരിക്കും ഓരോ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യാനുള്ള സമയം എടുക്കുന്നുണ്ടാവും. അപ്പം ആ സമയം കൊണ്ട് പിന്നെയും മൊത്തം ക്യാൻസലേഷൻ വരും. ചിലപ്പോൾ ഒരു 48 hours അല്ലെങ്കിൽ 72 hours കഴിഞ്ഞിട്ടേക്കണം അടുത്തൊരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയും. അപ്പൊ ഇതൊക്കെ ഡിലേ വരുന്ന ഒരു സംഭവമാണ്. അപ്പം ചില സമയത്ത് അത് ഓൾറെഡി അപ്പൊ നമ്പറൊക്കെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തെന്ന് കാണിക്കും, എന്നാൽ അതിനകത്ത് പുതിയതായിട്ട് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് ആ ഒരു ട്രേഡ് ലൈസൻസിൽ ആവശ്യമുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് സെറ്റ് ചെയ്തതിനു ശേഷം മാത്രം രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു ലൈസൻസ്. ഇപ്പൊ ഫ്രീ സോൺ എടുത്തു കഴിഞ്ഞാൽ എല്ലാ എമിറേറ്റ്സിലും നമുക്ക് ഓഫീസ് ചെയ്യാൻ പറ്റുമോ, ഓഫീസ് ഇടാൻ പറ്റുമോ, അതല്ലെങ്കിൽ എല്ലാ എമിറേറ്റ്സിലും ബിസിനസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതും ഇതിനകത്ത് ചോദിക്കണം. കാരണം പല എമിറേറ്റ്സിലുള്ള ആൾക്കാർ ഫോമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദുബായ് ആണെങ്കിലും ഷാർജ ആണെങ്കിലും അബുദാബി ആണെങ്കിലും ഏത് എമിറേറ്റ്സിലും ചെയ്യാൻ പറ്റുമോ, അതിൽ ഓഫീസ് നിർബന്ധമാണോ, ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചോദിക്കണം. പിന്നെ ഇതിന് നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് വളരെ നിർബന്ധമാണ്. ചില ഇ കൊമേഴ്സ് സൈറ്റുകൾക്ക് പേഴ്സണൽ അക്കൗണ്ട് ആക്സെപ്റ്റഡ് അല്ല, ഇതിനകത്ത് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് അതിനകത്ത് ഫ്രീ ആണോ, അങ്ങനെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ, അതിന് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ചെയ്തു തരുമോ, അതിന്റെ എത്രയാണ് ഫീസ്,
മന്ത്ലി ഫീസ്, ട്രാൻസാക്ഷൻ ഫീസ് എത്രയെങ്കിലും ഉണ്ടോ, ഇവ കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം ഇത് പറയാൻ കാരണം വെച്ചാൽ പല ആളുകളും പല ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്, ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് മന്ത്ലി അത്യാവശ്യം നല്ലൊരു എമൗണ്ട് അതിന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം ബാങ്കുകൾ ചെയ്യാൻ പറ്റും, ആ ബാങ്കുകളുടെ ഡീറ്റെയിൽസ് എത്രയാണ് അതിൽ മന്ത്ലി ചാർജസ് വരുന്നത് എന്നൊക്കെ അതിനകത്ത് ചെയ്യണം. കാരണം സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ചിലപ്പോൾ ഒരു പക്ഷെ നല്ലൊരു എമൗണ്ട് മന്ത്ലി ട്രാൻസാക്ഷൻ ചെയ്യാൻ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ലോ ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ബിസിനസ് സെറ്റ് ആകുമ്പോൾ എപ്പോൾ ആണെങ്കിലും ബിസിനസ് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വാറ്റ് അതേപോലെ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷനിലുള്ള സപ്പോർട്ടിങ് അവിടെ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വാറ്റ് ഇപ്പൊ നിർബന്ധമില്ലെങ്കിലും ഒരു ബിസിനസ്സിനനുസരിച്ചാണ് ചിലപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ചില ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ സമയത്തിന് വാറ്റ് രജിസ്ട്രേഷനോ വേണ്ടി വരും. കോർപ്പറേറ്റ് ടാക്സ് നിർബന്ധമാണ്. ഒരു 90 ഡേയ്സിനുള്ളിൽ കോർപ്പറേറ്റ് ടാക്സ് ആഡ് ചെയ്യണം. അപ്പൊ ഇതിനുള്ള സപ്പോർട്ടിങ് അവർ തരുമോ, അവര് അതെല്ലാം ചെയ്തു തരുമോ, അതാ നമ്മൾ വേറെ എവിടെയെങ്കിലും വേറെ ഇതില് സപ്പോർട്ടിങ് സെന്ററിൽ പോകേണ്ടി വരുമോ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ ഇത് ചോദിക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റിന്യൂവൽ കോസ്റ്റ്, അത് ഓരോ സമയത്ത് മാറിയെങ്കിലും നമുക്കൊരു ധാരണ വേണം എത്രയാണ് അടുത്തൊരു അപ്ഡേറ്റിംഗ് ചാർജ് വരിക. കാരണം ഒരു 1 ഇയറിലെ ലൈസൻസ് ആയിരിക്കും, അത് റിന്യൂവൽ ചെയ്യുമ്പോൾ എത്രയാണ് ചാർജ് വരിക, അതിനണ്ടറിൽ എന്തെങ്കിലും വിസ ഉണ്ടെങ്കിൽ ആ വിസന്റെ അനുസരിച്ച് ചാർജ് വരും, അതല്ല ലൈസൻസിന് മാത്രമാണ് ഈ ചാർജസ് വരിക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ ചോദിക്കണം, മനസ്സിലാക്കണം. പിന്നെ ഇതിന് ആക്ടിവിറ്റീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ സോണിലാണെങ്കിലും മെയിൻലാൻഡെങ്കിലും ഓരോ ആക്ടിവിറ്റീസ് അനുസരിച്ചാണ് ചാർജസ് വരുന്നത്. അപ്പം ചിലതിൽ 5 ആക്ടിവിറ്റീസ് ആഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യണമെങ്കിലുള്ള കോസ്റ്റ് എത്രയാണ്, ഇനിയിപ്പോ ഒരു 6 മാസം കഴിഞ്ഞു പുതിയൊരു കുറച്ച് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ചാർജ് ഉണ്ടോ, അതല്ല ഇപ്പോൾ 5 ആക്ടിവിറ്റീസിനകത്ത് ഉൾപ്പെടുമോ എന്നുള്ള കാര്യം ലൈസൻസ് ആക്ടിവേഷൻ ആയതിനു ശേഷം ആലോചിച്ചിട്ട് കാര്യമില്ല, അതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അതുപോലെ പാർട്ട്നേഴ്സിന് ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോകുന്ന സമയത്ത് പാർട്ണർമാരെ ചിലപ്പോൾ ഒരു പക്ഷെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, അതിന് വേറെ ഫീസും കാര്യങ്ങൾ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പം ഇതിലിപ്പോ ബിസിനസിന്റെ കൺസൾട്ടിങ്ങുകളുടെ സമയത്ത് ഏജന്റുമാർ സ്റ്റാഫുകളൊക്കെ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം ആരാണ് ഇതിന്റെ മെയിൻ പേഴ്സൺ, ആരാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഇനിയിപ്പം അവർ ചിലപ്പോൾ അടുത്ത വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കഴിഞ്ഞ് ഇപ്പം ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിക്കോണമെന്നില്ല, പക്ഷെ നമുക്ക് അതിന്റെ ഒരു കണക്ഷൻ വേണം. അപ്പൊ ആരാണ് ഇപ്പൊ എന്തെങ്കിലും വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്പോട്ടിൽ സപ്പോർട്ടിങ് തരുന്നത് ആരാണെന്നുള്ള കോൺടാക്ട് പേഴ്സൺ ആരാണെന്നുള്ള വളരെ കൃത്യമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ. കാരണം ഓരോ ആക്ടിവിറ്റീസും ഓൺലൈൻ ആണെങ്കിൽ പോലും അതിന്റെ ഒരു ബിസിനസ് ലൈസൻസിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജനറൽ ട്രേഡിംഗ് ആണെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ പല പ്രൊഡക്റ്റുകളും സെല് ചെയ്യാൻ പറ്റില്ല. അത് സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ഓൺ പ്രോസസ്സിംഗിലെ സമയത്ത് ഒരു പക്ഷെ അത് വിഷയം വരും. അപ്പൊ സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഏതാണ് നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ വേണം. ഇപ്പം നിലവിൽ പല ആളുകൾക്കും സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ടാവാം, അപ്പം അവർക്ക് ആ ഒരു ബിസിനസ് ഓൺലൈനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഇപ്പം ഓൾറെഡി ബിസിനസ് ഉള്ള ആളുകളാണ് ഒരു പാർട്ട് ടൈം ആയിട്ട് ഇൻകം ഒരു ജനറേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഏതാണ് ബെറ്റർ എന്നുള്ള ഈ സംഗതി അപ്പം ലൈസൻസ് എടുക്കുന്ന സമയത്ത് തന്നെ ഈ വക കാര്യങ്ങൾ വളരെ കൃത്യത കൂടി സെറ്റ് ചെയ്യണം. ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് കൂടുതലും മീറ്റിംഗിൽ എന്ന് വിചാരിക്കുന്നു. അപ്പോ ഞാൻ മൊത്തത്തിൽ ഒന്ന് സ്റ്റാർട്ടിംഗ് തന്നെ പറഞ്ഞു തുടങ്ങാം. 3 രീതിയിലാണ് ഇവിടെ ലൈസൻസിങ് ഉള്ളത്. മെയിൻലാൻഡ്, ഓഫ് ഷോർ, അതുപോലെ തന്നെ ഫ്രീ സോൺ. അതിൽ ഓഫ് ഷോർ മാറ്റി നിർത്തിക്കോളും. മെയിനായിട്ട് മെയിൻലാൻഡ് പിന്നെ ഫ്രീ സോൺ. മെയിൻലാൻഡ് ലൈസൻസ് എന്ന് പറയുന്നത് ഓഡിയബിൾ അല്ലാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇടയിലൊന്ന് പറഞ്ഞോളൂ കേട്ടോ ഷെഫിക്ക. ക്ലിയർ. ഓക്കെ. അപ്പോൾ മെയിൻലാൻഡ് ലൈസൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ സാധാരണ ടെക്നിക്കൽ സർവീസ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓഫീസോട് കൂടിയിട്ടൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്തും ശരിയായ രീതിയിൽ നമ്മളിപ്പോ ഒരു ഒന്നിൽ കൂടുതൽ ആളുകളൊക്കെ ഹയർ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ, അതേപോലെ തന്നെ നമ്മളിപ്പോ കാപ്റ്റേരിയ അങ്ങനെയുള്ള ആക്ടിവിറ്റികളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമുക്ക് മെയിൻലാൻഡ് ആണ് എടുക്കുന്ന ഒരു അതായത് ലൈസൻസ് എടുക്കേണ്ടത് മെയിൻലാൻഡിലാണ്. പിന്നെ ഇതിൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ മെയിൻലാൻഡ് ലൈസൻസ് എടുത്തവർക്ക് ആ ഒരു ലൈസൻസ് വെച്ചുകൊണ്ട് തന്നെ ഇ കൊമേഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടും മറ്റ് ആക്ടിവിറ്റികളിലേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. മെയിൻലാൻഡ് പൊതുവെ ഇപ്പോൾ ഓൾറെഡി ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ട്രേഡിംഗ് യൂണിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്തു പോവാം.
ഇ കൊമേഴ്സ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാൾ എൻ്റെ പേഴ്സണൽ സജഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻലാൻഡിൽ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരുന്ന ഓപ്ഷൻസ് ആണ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ് ഫ്രീ സോൺ എന്ന് പറയുന്നത്. ഫ്രീ സോണിൽ തന്നെ രണ്ട് തരത്തിൽ ഫ്രീ സോണുകൾ വരുന്നുണ്ട്. ഡെസിഗ്നേറ്റഡ് സോൺസ് വരുന്നുണ്ട്, നോൺ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഫ്രീ സോണുകളും വരുന്നുണ്ട്. ഫ്രീ സോൺ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എല്ലാവർക്കും. കാരണം ഹംറിയ ഫ്രീ സോണും അതേപോലെ ഡഫ്സ അതേപോലെ ജബൽ അലി ഫ്രീ സോൺ, ഇതിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ എൻട്രി പെർമിറ്റ് വേണം. പിന്നെ നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ഫ്രീ സോണിൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഔട്ട് സൈഡ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഫ്രീ സോൺ എന്ന് പറയുമ്പോൾ തന്നെ. ഫ്രീ സോണിൽ നോൺ ഡെസിഗ്നേറ്റഡ് സോണുകളുണ്ട്, അത് ഓപ്പൺ ആണ്. അതിൽ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇ കൊമേഴ്സ് പോലുള്ള ആക്ടിവിറ്റികൾക്ക് UAE എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എല്ലാ എമിറേറ്റുകൾക്കും ഉണ്ട് ഫ്രീ സോണുകളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഷാർജയുടെ ആകുമ്പോൾ SPC SRTAP ഷാർജ മീഡിയ സിറ്റി, അജ്മാൻ ആണെങ്കിലും അതേപോലെ അജ്മാൻ മീഡിയ സിറ്റി വരുന്നുണ്ട്, ന്യൂ വെഞ്ചർ സെന്റർ വരുന്നുണ്ട്, അജ്മാൻ ഫ്രീ സോൺ വരുന്നുണ്ട്, റാസൽ ഗെയിം ആകുമ്പോൾ റാസൽ ഗെയിം എക്കണോമിക് സോൺ റാക്കീസ് എന്ന് പറയും. പിന്നെ ദുബായിയുടെ ആകുമ്പോൾ മെയ്ദാൻ ഇഫ്സ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫ്രീ സോണുകളുണ്ട്. ഓക്കെ, ഇതിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഓൾറെഡി UAE വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ചെറിയ രീതിയിൽ നമുക്ക് ബിസിനസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുന്ന ആളുകൾക്ക് ഏതൊക്കെയാണ് സ്യൂട്ടബിൾ ആവുക എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പോവാം. ഇപ്പോൾ ഫ്രീ സോണിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ഷാർജ ഫ്രീ സോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ആക്ടിവിറ്റികൾ വരെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഒന്നിൽ കൂടുതൽ ഷെയർ ഹോൾഡേഴ്സിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് അതിലിപ്പോൾ നിങ്ങൾക്ക് വിസ വേണമെന്നുണ്ടെങ്കിൽ വിത്ത് വിസയിൽ എടുക്കാനുള്ള ഓപ്ഷനും ഷാർജ ഫ്രീ സോണുകളുണ്ട്. അജ്മാന്റെ ഫ്രീ സോണുകളൊക്കെ ആവുന്ന സമയത്ത് 5 എന്നുള്ളത് 10 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 10 ആക്ടിവിറ്റികൾ വരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആക്ടിവിറ്റി വൈസ് ആയിട്ട് പറഞ്ഞെന്ന് മാത്രം. ഇനി നമ്മളുടെ സെക്ഷൻ ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റി, ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആക്ടിവിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ റീറ്റെയിൽ സെയിൽ വഴി ഹൗസ് ഓർഡർ, മെയിൽ ഓർഡർ, ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടും നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി കാണാം. ഇ കൊമേഴ്സ് ആക്ടിവിറ്റിനെയാണ്. ഇ കൊമേഴ്സ് ആക്ടിവിറ്റി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് UAE എവിടെ വേണമെങ്കിലും ഓൺലൈൻ മാർക്കറ്റിംഗ്, നൂൺ, ആമസോൺ പോലത്തെ ലിസ്റ്റഡ് പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ നിങ്ങളുടേതായ വെബ്സൈറ്റ് അങ്ങനെയൊക്കെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ എടുക്കുന്ന സമയത്ത് കൂടുതൽ ആളുകളും രണ്ട് രീതിയിലാണ് ആളുകൾ നോക്കുക. ഒന്ന്, ഓൾറെഡി ചിലപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ സ്പൗസ് കൂടെ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, വൈഫ് വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് ജസ്റ്റ് സൈഡായിട്ട് ചെറിയ രീതിയിൽ അവർ ക്ലോത്തും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സെയിൽ ചെയ്താൽ മാത്രം മതി, വേറെ രീതിയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ നോക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഈ ട്രേഡർ ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മതിയാവും. നമുക്ക് ചെറിയ കോസ്റ്റിൽ നമുക്ക് എടുക്കാം. നമുക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ സൈഡ് ഇൻകം അതേപോലെ ആ ഒരു ഫ്ലോയിൽ പോകാൻ വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ട്രേഡർ ലൈസൻസ് ഉപയോഗിക്കാം. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ അങ്ങനെയുള്ള ആളുകളായിരിക്കും. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന രീതിയിലായിരിക്കും നോക്കുന്നുണ്ടാവുക. അതായത് ഇ കൊമേഴ്സ് ഓൺലൈൻ മാർക്കറ്റിംഗ് ആ ഒരു ഫിമിലേക്ക് ഇറങ്ങി പതുക്കെ പതുക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയി, അതൊരു ബ്രാൻഡായി, പിന്നീട് മെയിൻലാൻഡിലേക്ക് ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഇട്ട് ഈ ഒരു ഫേമിൽ ഒന്ന് ഹൈക്ക് പ്രതീക്ഷിക്കുന്ന ആളുകൾ, ആ ഒരു സെക്ഷൻ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇ കൊമേഴ്സിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയുടെ ട്രേഡിംഗ് കൂടി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതായത് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിയും കൂടി നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് അത് ഇ കൊമേഴ്സ് ജനറൽ ട്രേഡിംഗ് ഞാൻ ചൂസ് ചെയ്യണമെന്ന് പറയില്ല. പെർട്ടിക്കുലർലി നമുക്കൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ അത് എടുക്കുകയാണ് നല്ലത്. ആ ഒരു രീതിയിൽ ആക്ടിവിറ്റി ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫ്രീ സോണുകൾ നമ്മൾക്ക് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളത്, അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് എത്ര ഷെയർ ഹോൾഡർ ഉണ്ട്, നമുക്ക് വിസ വേണ്ടി വരുന്നുണ്ടോ. ഇപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ഒരു 3 മാസത്തിന്റെ ഉള്ളിൽ ഇപ്പൊ കറന്റ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്നവരായിരിക്കാം. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ വിസയിലേക്ക് കയറണം എന്നുള്ളവരായിരിക്കാം. ചിലപ്പോൾ ഞാനിതിൽ ഇറങ്ങുന്നില്ല, ഞാൻ ജസ്റ്റ് സൈഡായിട്ട് തന്നെ കൊണ്ടുപോകാം, എനിക്ക് ലൈസൻസ് മാത്രം ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ വേണം എന്നുള്ളവരായിരിക്കാം. അങ്ങനെ പല രീതിയിൽ റിക്വയർമെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇതില് നമുക്ക് ആദ്യത്തെ പോയിന്റ്, നമുക്ക് ഷെയർ ഹോൾഡർ ആഡ് ചെയ്യുന്നതിന്, അതേപോലെ തന്നെ നമുക്ക് 5 ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ആഡ് ചെയ്യുന്നതിന്, ഇംഗ്ലീഷിൽ പേര് റിസർവ് ചെയ്യുന്നതിനൊന്നും ഈ പറഞ്ഞ ഫ്രീ സോണുകളിൽ നമുക്ക് കോസ്റ്റ് അഡീഷണൽ വരുന്നില്ല. ഓക്കെ, ഇപ്പൊ ഇത്രയും പറഞ്ഞ ഒരു 5 ആക്ടിവിറ്റികളാണെങ്കിൽ 5 ആക്ടിവിറ്റി, അതേപോലെ 5 ഷെയർ ഹോൾഡർ വരെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് അഡീഷണലി കോസ്റ്റ് വേറെ വരുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഫ്രീ സോൺ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏത് ഫ്രീ സോണിലാണെങ്കിലും ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൈ റിസ്ക് അല്ലാത്ത ആക്ടിവിറ്റിയാണ്, നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന ആക്ടിവിറ്റിയാണ്, എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്ന ആക്ടിവിറ്റികൾ, ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫിം, ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ സെക്യൂരിറ്റി സർവൈലൻസ് സിസ്റ്റം അങ്ങനത്തെ ഒരു ഫിമ്മിൽ വർക്ക് ചെയ്യാണ്, നിങ്ങൾ ഒരു ഫ്രീ സോൺ സെലക്ട് ചെയ്ത് അതിന്റെ ട്രേഡിങ്ങുമായി ഒരു ആക്ടിവിറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരുപക്ഷെ സെറ അപ്രൂവലിൽ വേണ്ടി വരും.
അപ്പൊ അങ്ങനെ നമ്മൾ ഹൈ റിസ്ക് ആയ ആക്ടിവിറ്റികളും കൂടി ഇതിനോട് മിക്സ് മാച്ച് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് അത് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ ഡിഫിക്കൽട്ടീസ് വരുന്നത്. അപ്പൊ തുടക്കത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന രീതിയിൽ ഇ കൊമേഴ്സും ചിലപ്പോൾ ഒരു ഗാർമെന്റ്സ് ട്രേഡിംഗ് ആണെങ്കിൽ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ. ഇനി വിസയിലേക്ക് കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 2 ഷെയർ ഹോൾഡർ ഉണ്ടായിരിക്കാം, അതിൽ ഒരാൾക്ക് വിസ വേണ്ടി വരും. അപ്പോൾ ലൈസൻസ് പ്ലസ് 1 വിസ ഏറ്റവും പെട്ടെന്ന് നമുക്ക് വേണം എന്നുള്ള രീതിയിൽ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പാക്കേജുകൾ ചൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ലൈസൻസ് പ്ലസ് 1 വിസയുടെ ഒന്നെങ്കിൽ അജ്മാൻ അതോറിറ്റികളോ റാസൽ ഗെയിം എക്കണോമിക് സോണോ അവരാകുമ്പോൾ പാക്കേജ് സിസ്റ്റം തരുന്നതുകൊണ്ട് തന്നെ ഇനീഷ്യലി നമുക്ക് കോസ്റ്റ് കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് വിത്ത് വിസ ഒരുമിച്ച് പ്രോസസ്സ് ചെയ്യുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് ആ ഒരു സെക്ഷന് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതൊന്നും വിസ, അതായത് വിസ വേണ്ട, വിസ നോക്കുന്നില്ല, ഞാൻ ലൈസൻസ് മാത്രം ഇപ്പൊ നോക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഫ്രീ സോൺ, അത് റിന്യൂവലും കൂടി നമ്മൾ നോക്കണം. ലൈസൻസിന്റെ അതോറിറ്റി കോസ്റ്റിന്റെ സെയിം എമൗണ്ട് തന്നെയാണ് എല്ലാ കൊല്ലം റിന്യൂവലിൽ വരിക. ഇനി അതിന്റെ കൂടെ നമ്മൾ വിസ എടുത്തിട്ടുണ്ടെങ്കിൽ വിസയ്ക്ക് ഓരോന്നിനും ഇപ്പൊ മെയിൻലാൻഡിൽ കോട്ട എന്ന് പറയുന്ന പോലെ ഫ്രീ സോണിൽ അലോക്കേഷൻ എന്ന് പറയും. മെയിൻലാൻഡിൽ നമുക്ക് ഒരു ഓഫീസ് സ്പേസ് കാണിച്ച് അതിന്റെ ഇജാരിയുടെ ബേസിലാണ് നമുക്ക് കോട്ട പാസ്സാവുക, അത് ഫ്രീ ആണ്. ഫ്രീ സോണിൽ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഫ്രീ സോണിൽ ഓരോ കോട്ടയ്ക്കും നമ്മൾ പർച്ചേസ് ചെയ്യണം, അതിനാണ് അലോക്കേഷൻ എന്ന് പറയുക. അത് ഓരോ അതോറിറ്റിക്കും വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഷാർജ മീഡിയ സിറ്റിക്ക് ആകുമ്പോൾ 1600 റംസ് ആണ് വരിക, അതുപോലെ ദുബായ് മെയ്ദാനാണ് 1850 വരും. അപ്പൊ അങ്ങനെ വ്യത്യാസമുണ്ട്. ഈ ഒരു എമൗണ്ട് എത്ര വിസ എടുക്കുന്നോ അത്രയും വിസയുടെ എണ്ണത്തിൽ ഇയർലി റിന്യൂവൽ വരും. അതേപോലെ ഈ ചാനൽ എന്ന് പറയും, ഈ ചാനൽ നമുക്ക് റിന്യൂവലിൽ വരുന്ന ഒന്നാണ്. ഇപ്പൊ ലൈസൻസ് പ്ലസ് 1 വിസ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ലൈസൻസിന്റെ കോസ്റ്റ് പ്ലസ് എത്ര വിസ എടുത്തിട്ടുണ്ടോ അത്രയും വിസയുടെ അലോക്കേഷന്റെ എമൗണ്ട് പ്ലസ് നമുക്ക് ഈ ചാനലിന് വരുന്ന എമൗണ്ട് 2000 ദിർഹം ഏകദേശം ആ റേഞ്ചിലൊക്കെയാണ് വരിക. ഇത്രയാണ് നമുക്ക് റിന്യൂവൽ വരിക. അപ്പോ നമ്മൾ റിന്യൂവൽ എമൗണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു ലൈസൻസ് എടുക്കുമ്പോൾ. ലൈസൻസ് ഓൺലി ആണെങ്കിൽ ലൈസൻസിന്റെ അതോറിറ്റിയുടെ അതേ കോസ്റ്റ്. ഇനി വിത്ത് വിസ ആകുമ്പോൾ അലോക്കേഷൻ പ്ലസ് ഈ പറയുന്ന ഈ ചാനലിന്റെ എമൗണ്ട് ആയിട്ടാണ് വരിക. പാക്കേജ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ റാസൽ കൈമ അജ്മാന്റെ പോലെ പാക്കേജുകളാണെങ്കിൽ ഭൂരിഭാഗം സെയിം എമൗണ്ട് ഓഫ് ലൈസൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പാക്കേജ് എമൗണ്ട് തന്നെയാണ് റിന്യൂവലിൽ വരിക. ലൈസൻസ് പ്ലസ് 1 വിസയ്ക്ക് നിങ്ങൾ ഒരു പാക്കേജ് എമൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതേ എമൗണ്ട് തന്നെയാണ്. ഓക്കെ. ഇപ്പോ റിന്യൂവൽ എന്ന് പറയുന്ന സമയത്ത് എത്രയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ക്യാൻസലേഷൻ, ലൈസൻസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ഓരോ അതോറിറ്റിക്കും ഓരോ ക്യാൻസലേഷൻ എമൗണ്ട് ആണ് ഉണ്ടാവുക. ചില അതോറിറ്റിക്ക് നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓഡിറ്റർക്ക് അതിൻ്റെതായ ചാർജുകൾ ഉണ്ടായിരിക്കും. ലിസ്റ്റഡ് ആയിട്ടുള്ള ഓഡിറ്റേഴ്സിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ചോദിക്കുക ക്യാൻസലേഷന്റെ സമയത്ത്. ഇനി വിസ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ ക്യാൻസൽ ചെയ്യുന്നതിന്റെ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും. വിസകൾ ഉണ്ടെങ്കിൽ ആ വിസ ക്യാൻസൽ ചെയ്യുന്നതിന്റെ എമൗണ്ട് ആയിരിക്കും. ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷൻ. ഇപ്പോൾ ലൈസൻസിന്റെ എമൗണ്ട്, റിന്യൂവലിന്റെ എമൗണ്ട്, ക്യാൻസലേഷൻ എമൗണ്ട്, ഈ ഒരു 3 എമൗണ്ടും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ലൈസൻസ് എടുക്കുന്നതിന്റെ മുന്നേ തന്നെ അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പം ഹബീബ് സാറ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇനി 1-to-1 ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പം ബ്രേക്ക് ആവാനായിട്ടാണ് ഓരോരുത്തര് ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. ആരാണ് ആദ്യം ചോദിക്കാനുള്ള? ലൈസൻസ് ഇ കോമേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വരേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെടുന്ന ഈ ഒരു ഇതിൽ നമുക്ക് ചോദിക്കാൻ കഴിയും. ഓക്കെ. യെസ് യെസ്. ഇപ്പൊ ഓൾറെഡി എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരില്ലേ, ഇപ്പൊ ഇവര് ലൈസൻസ് എടുക്കണതിൽ എങ്ങനെയാണ് അതിന്റെ ഓൾറെഡി എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിപ്പോ എല്ലാ ഫേമിലുള്ള ആൾക്കാർക്കും പറ്റും? അതായത് ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയിഡ് അല്ലെങ്കിൽ നോർമൽ അങ്ങനെ കുറെ സെക്ടേഴ്സ് ഇല്ലേ, അത് ഏതായാലും ബുദ്ധിമുട്ടുകളൊന്നും വരില്ല വേറെ? ഗവൺമെന്റ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾക്ക് NOC വേണം, നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഗവൺമെന്റിന്റെ NOC, ഗവൺമെന്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നവരാണ്. പ്രൈവറ്റ് ഫേമിന് NOCയുടെ ആവശ്യമില്ല. പിന്നെ ഇപ്പൊ ഫ്രീ സോണിൽ നമ്മൾ ലൈസൻസ് തുടങ്ങുന്ന സമയത്ത് പർട്ടിക്കുലർലി നമുക്കൊരു നോട്ടിഫിക്കേഷൻ പോവുകയും അല്ലെങ്കിൽ ഓണറുടെ എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോൺസറുടെ എന്നുള്ള നോൺ ഒബ്ജക്ഷൻ വാങ്ങണം എന്ന റൂളില്ല. പക്ഷെ ഗവൺമെന്റ് ഫിമ്മിൽ ബെറ്റർ നമുക്ക് വിത്ത് NOCയോട് കൂടെ ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറയുന്നത്. ഗവൺമെന്റിൽ ചെയ്യുന്നവർ, അല്ലാത്തവർക്ക് പ്രശ്നം. ഓക്കെ. പിന്നെ ഈ പറഞ്ഞോളൂ. ഇ കൊമേഴ്സ് മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ ഫ്രീ സോൺ ലൈസൻസ് ആണ് എടുക്കുന്നത് ബെറ്റർ എന്ന് പറഞ്ഞില്ലായിരുന്നു? അതെ അതെ. അപ്പൊ അന്നേരം ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവെന്ന് വിചാരിക്കാം.
ഫോർ ഓക്കെ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ലൈസൻസിങ് ഒക്കെ ഇഷ്യൂയും കാര്യങ്ങളും മറ്റേ ലാബ് ടെസ്റ്റിങ് കാര്യങ്ങളും അല്ലാതെ ബാക്കി വരുന്നതൊക്കെ ഉണ്ടല്ലോ, അത് ആ നമ്മളുടെ ഈ ലൈസൻസുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ, അതിന്റെ കാര്യങ്ങളോ? എന്ത് 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 തരം പ്രൊഡക്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്? ഫോർ ഫുഡ് എക്സാമ്പിൾ ഐറ്റം ഇപ്പൊ ആണോ? നമ്മൾ ഫുഡ് അല്ല, നോൺ ഉം. കൺസ്യൂമർ പ്രൊഡക്റ്റ്, എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത്? ഏകദേശം ഒരു ഇപ്പൊ പ്രൊഡക്റ്റ്, ഒരു ഇപ്പൊ ഉദാഹരണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഓർഗാനിക് അല്ലെങ്കിൽ അങ്ങനെ കൺസ്യൂം ഉം. ചെയ്യാത്ത ഉം. അങ്ങനെ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഇല്ലേ? ഇപ്പൊ റീട്രേഡ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ ഒരു അല്ല കമ്പനിയുടെ പേരിൽ അല്ല. അല്ല അല്ല നമ്മളായിട്ട് ലോഞ്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതായത് നമ്മൾ ഇൻവെന്റ് ചെയ്തിട്ട് നമ്മളായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സോ അതില് ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ മാനുഫാക്ചറിങ് വരുന്നുണ്ടോ നിങ്ങൾക്ക്? മാനുഫാക്ചറിങ് വരുന്നില്ല വരുന്നില്ല. ഇമ്പോർട്ട് ചെയ്യാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്? അതിൽ. അതിപ്പോ ഉള്ള റോ മെറ്റീരിയൽസ് തന്നെ നോർമലായിട്ട് മിക്സിങ് അങ്ങനെ വരുന്നുള്ളൂ. ഓക്കെ, കാരണം അതായത് ഇപ്പൊ രണ്ട് രീതിയിലാണ്. ഓൾറെഡി ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യാം, ഓൺലൈൻ മാർക്കറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ അത് എന്താണോ ട്രേഡ് ചെയ്യുന്നത് ആ ട്രേഡിംഗ് ആക്ടിവിറ്റിയും കൂടി ആഡ് ചെയ്യണം അതായത് ഇപ്പൊ നമ്മളിപ്പോ അതില്. പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം നമ്മളുടെ ലൈസൻസിൽ ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്നിട്ട് ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഇപ്പൊ ഇവിടെ യു എയിൽ ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ അത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്തൊരു പ്രൊഡക്റ്റ് നിങ്ങളിപ്പോ ചൈനയിൽ നിന്ന് അവിടെ ഒരു ഡീലറെ കണ്ടിട്ട് നിങ്ങളത് അവിടുന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അത് വിൽക്കണം എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് അത് ചെയ്യാം. ഓക്കെ ഓക്കെ. ഓക്കെ, നേരെ ലോക്കലി മറിച്ച് പർച്ചേസ് ചെയ്യണം. പറഞ്ഞു. അതെ, ഹോൾസെയിൽ ഓൾറെഡി ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്യണമെങ്കിലും എന്താണ് പ്രൊഡക്റ്റ് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റി ആഡ് ചെയ്യണമെന്നാണ് നല്ലത്. മാനുഫാക്ചറിങ് അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രീ സോണിൽ പറ്റില്ല. മെയിൻലാൻഡ് ലൈസൻസ് വേണ്ടി വരും. നിങ്ങൾ എവിടെയാണ് പ്രൊഡക്റ്റ് ചെയ്യുന്നത് അതിന് ഈ ജാരി വെക്കേണ്ടി വരും, മുനിസിപ്പാലിറ്റിയുടെ അപ്രൂവൽസ് എടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഓൾറെഡി ഇപ്പൊ മാനുഫാക്ചർ ചെയ്യുന്ന അവരെ പർച്ചേസ് ചെയ്തിട്ട് റീസെല്ലിങ് ചെയ്യാൻ കഴിയും അല്ലെ? പറ്റും, അത് പറ്റും. കാരണം എന്താ വെച്ചെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു ടീമിന് അതിപ്പോ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടീമിനെ അപ്രോച്ച് ചെയ്യായിരിക്കും. അവർ എപ്പോഴും മുനിസിപ്പാലിറ്റിയുടെ റെഗുലേഷൻസിൽ അപ്രൂവൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വിത്ത് ജാരിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾ. അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുക. നമുക്ക് തുടങ്ങണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന അപ്രൂവൽസും കാര്യങ്ങളൊക്കെ എടുക്കണം. അതേപോലെ ഇപ്പൊ നമ്മള് നിലവിൽ ഇപ്പൊ ഉള്ള ആമസോൺ അക്കൗണ്ട് ഇപ്പോ ലൈസൻസ്ഡ് അല്ല, ലൈക്ക് നമ്മൾ പഴയ ഇത് വെച്ചിട്ട് ഐഡി വെച്ച് തുടങ്ങിയതാണെങ്കിൽ ഇനിയിപ്പോ നമ്മൾ ലൈസൻസ് ചെയ്യുമ്പോൾ സെയിം ആമസോൺ അക്കൗണ്ട് അതിലോട്ട് ലിങ്ക് ചെയ്യണോ അതോ അതിന് വേറെ പുതിയ സെല്ലർ അക്കൗണ്ട്? ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരുപാട് പേര് ആമസോൺ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനിപ്പോ ഡിസംബർ 31 ഉള്ളിൽ ട്രേഡിംഗ് ലൈസൻസ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പം ഈ ട്രേഡ് പറഞ്ഞിട്ടുള്ള പുതിയ ദുബായ് ഗവൺമെന്റ് ഇറക്കിയത് ഇതുവരെ ലോക്കൽസിലായിരുന്നു, GCC ലെവൽക്കുള്ള ആർക്കും അപ്ലിക്കേഷൻ കൊടുക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് എക്സ്പാൻഷനും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അത് റേറ്റും നേരത്തെ പറഞ്ഞ പോലെ റേറ്റും കുറവാണ്. പക്ഷേ അതിന് ഈ ഓൺലൈൻ ട്രേഡ് മാത്രമേ പറ്റുള്ളൂ. നിലവിൽ ഈ ഏതെങ്കിലും ഒരു എമിറേറ്റ്സ് ID, ഏതെങ്കിലും ഒരു എമിറേറ്റ്സ് ID, ഗവൺമെന്റ് അല്ലാത്ത ബാക്കിയുള്ള എമിറേറ്റ്സ് ID ഏതെങ്കിലും ഒന്ന് ആക്ടിവേഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രേഡ് മതി ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ. പക്ഷെ ഇപ്പൊ അത് രണ്ട് ആൾക്കാർ സ്ക്രീൻഷോട്ട് ചെയ്തിരുന്നു, കുറച്ച് ക്യാൻസലേഷൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് NOC കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ നേരത്തെ തന്നെ അത് ചെയ്യാം. ഇപ്പൊ കുറച്ചൊരു ഹൈപ്പ് കൂടിയിട്ടുണ്ട്, കാരണം എല്ലാവരും ഒരുവിധ ആളുകളൊക്കെ അത് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ഒരു ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് അതിന്റെ പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ടാവും അതിന്റെ ആപ്പിൽ, വെബ്സൈറ്റിൽ. അപ്പൊ അതൊക്കെ വായിച്ച് കൃത്യമായി നോക്കിയിട്ട് തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഓക്കെ, അടുത്താണ്. ഓഡിയോ ഒക്കെ അല്ലേ? ഓക്കെ, ക്ലിയർ. അതെ അതെ അതെ, ഹലോ, യെസ്, ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഓഡിയബിൾ ആണ്. ചോദിച്ചോട്ടെ? ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യം ഫസ്റ്റിൽ പറഞ്ഞില്ലായിരുന്നോ? ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഇപ്പൊ തുടങ്ങിയ ആൾക്കാരെല്ലാവരും പേഴ്സണൽ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കും ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് രജിസ്റ്റർ ആയിട്ടുണ്ടാവുക. അപ്പൊ നമ്മളിനിപ്പോ ലൈസൻസ്ഡ് ആക്കുമ്പോൾ ഇപ്പൊ ലൈസൻസ് ചെയ്ത കമ്പനിയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് വെച്ച് ചെയ്യുന്നതാണോ നല്ലത്, അതപ്പോ ഉള്ള ഇൻഡിവിജ്വൽ അക്കൗണ്ട് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതിയോ? ഓക്കെ, അതിനെന്താ വെച്ചാല് ഇപ്പോ
അങ്ങനെ പോയാൽ മതി. ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഏത് ബാങ്ക് അക്കൗണ്ട് പറ്റും. നല്ല അത്യാവശ്യം ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ആമസോണിന് ഇൻഡിവിജ്വൽ അക്കൗണ്ട് പോകും. പക്ഷെ നൂണ് അതുപോലെ ഉള്ളതിനൊന്നും ഇൻഡിവിജ്വൽ അക്കൗണ്ട് പോകില്ല. ബിസിനസ് ബാങ്ക് അക്കൗണ്ട് തന്നെ വേണം. ഇതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇതിൽ 5% വാറ്റ് ആമസോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആ വാറ്റ് നമുക്ക് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ വാറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലാണ്. ബിസിനസ് നോക്കിയിട്ട് അത്യാവശ്യം ഓർഡേഴ്സ് ഒക്കെ ഉള്ള സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്താൽ മതി, ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. കംപ്ലീറ്റ്ലി ഒരു ഫ്രഷറാണ്. അപ്പൊ അങ്ങനെയുള്ള ഡൗട്ടുകളാണ് എനിക്കുള്ളത്. ആക്ച്വലി ഇപ്പൊ മറ്റുള്ളവർ ചെയ്ത് കേട്ടിട്ടുള്ള ഒരു അറിവേ എനിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ലൈസൻസുമായി ബന്ധപ്പെടുന്ന ഡൗട്ട്സുകളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഓക്കെ, ക്ലിയർ ആക്കുന്നത്. ലൈസൻസിന്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ചോദിച്ചോളൂ. ഓക്കെ, ചോദിച്ചോളൂ. രണ്ടു മൂന്ന് ഡൗട്ട്. ചോദിച്ചോളൂ. ഫസ്റ്റ് വൺ, ഇപ്പൊ ഈ ലൈസൻസ് പ്രൈസിങ്, അതായത് ഇപ്പൊ ഞാൻ പുതിയതായിട്ടൊരു ലൈസൻസ് എടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ആക്ച്വലി ഞാൻ അത് എത്ര രൂപ എസ്റ്റിമേറ്റ് ഒരു ചിലവാകും? ഇപ്പൊ കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ടു, അതായത് ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ആകുന്ന വരെയുള്ള ഒരു എമൗണ്ട് ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ. ഓക്കെ. ഓക്കെ, അപ്പം എനിക്ക് വിസയുടെ റിക്വയർമെന്റ് ആയിട്ടില്ല. എനിക്കിപ്പോ സൈഡായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, മനസ്സിലായി. പക്ഷെ അപ്പൊ ലൈസൻസ് മാത്രമായിട്ട് നമുക്കത് അങ്ങനെ ചെയ്യുന്നതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ആമസോൺ പോലെ ഒരു കമ്പനിയൊക്കെ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ എന്റെ വൈഫിന്റെ പേരിലോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്താൽ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനായിട്ടായിരുന്നു. വൈഫ് സ്പോൺസേർഡ് വിസയിലുള്ളതല്ലേ ഇവിടെ? എന്റെ അതെ അതെ അതെ. സ്പോൺസർഷിപ്പിലുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇ കൊമേഴ്സ് ആക്ടിവിറ്റി ഉള്ള റിന്യൂവൽ ഏറ്റവും കുറവുള്ള ഒരു അതോറിറ്റി നോക്കി ചൂസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അതായത് ഇപ്പോ നിങ്ങൾക്ക് ആക്ടിവിറ്റീസിന്റെ കാര്യം പറഞ്ഞില്ലേ? ഉം. അപ്പൊ ഈ കൊമേഴ്സ് ആ, ലൈസൻസിൽ പറഞ്ഞു. നമുക്ക് ആക്ടിവിറ്റി, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ പെർഫ്യൂം ഞാൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പെർഫ്യൂമിന്റെ ഒരു ബിസിനസ് ആണെന്ന് വെച്ചോ. ഓക്കെ, ഓക്കെ, ദെൻ അഡീഷണൽ ആയിട്ട് എനിക്കിപ്പം ഒരു ഹോം ബേക്കിംഗ് പ്രോഡക്റ്റ്, അതായത് ഇപ്പൊ ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക്, ഇപ്പൊ എക്സാമ്പിൾ ഈ വൈഫ് അങ്ങനെയുള്ള രീതിയിൽ, അപ്പൊ എനിക്കിതിൽ ആഡ് ആക്കാൻ പറ്റുമോ? ഫുഡ് ഇൻഡസ്ട്രിയുടെ ബാക്കിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് ഫ്രീ സോണിൽ ചെയ്യാൻ പറ്റില്ല. അതിന് അല്ല, നിങ്ങൾക്ക് കിച്ചൺ വേണം, അതേപോലെ തന്നെ അതിന് ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കും. എന്നിട്ടൊക്കെയാണ് ഓക്കെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരിക്കലും ഫ്രീ സോൺ ലൈസൻസിന്റെ അണ്ടറിൽ വരുന്നില്ല. ഓക്കെ ഓക്കെ, ദെൻ ഓൾറെഡി ഒരു കമ്പനിയുടെ പാക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്രൂവലോടുകൂടി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ബാക്കിംഗ് നമുക്ക് ഫ്രീ സോൺ ലൈസൻസിൽ ഇൻവോൾവ് ആകുന്നില്ല. ഇതിപ്പോ അങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കമ്പനിയുടെ നമുക്ക് അവിടെ നിന്നുള്ള ഇത് വേണ്ടേ, ഓതറൈസേഷൻ വേണ്ടേ? ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അത് ബേക്കറി ഐറ്റംസ് പറയാം. ബേക്കറിയിൽ നിന്ന് ചില കേക്കുകൾ കാര്യങ്ങളൊക്കെ പാക്കഡ് ആയിട്ട് വരുന്നില്ലേ, എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ അതൊരു കമ്പനി, മെയിനായിട്ട് കമ്പനി അല്ലെങ്കിൽ ഒരു കിച്ചണുള്ള കമ്പനി പാക്ക് ചെയ്തതായിരിക്കും. അത് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ചെറിയ ഗ്രോസറിയിലേക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. B2B. ഓക്കെ, B2B ഉള്ളു അല്ലേ? അതായത് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ സോൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് B2Bക്ക് മാത്രമാണ്. അതായത് നമുക്ക് ഒരു ഷോപ്പോ സ്റ്റോറോ ഇട്ടിട്ട് ഒരു ഡയറക്റ്റ് ഒരു ക്ലയന്റിന് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ബിസിനസ് ടു ബിസിനസ് ആണ് ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ ഫ്രീ സോണിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഇപ്പൊ ചൈന അങ്ങനെയുള്ള പുറത്തെ രാജ്യത്ത് നിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്തിട്ട് കൊടുക്കാനാണെങ്കിലോ? പറ്റും. മെഡിക്കൽ എക്യുപ്മെന്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഷാർജയുടെ ഒരു ഫ്രീ സോണിലും അതേപോലെ തന്നെ പിന്നെ അജ്മാന്റെ ഫ്രീ സോണിലാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ട്രേഡിംഗ്. വേറെ പർട്ടിക്കുലർ അധികം അപ്രൂവൽസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സും കവർ ആവും? അതോ ഇപ്പൊ ലിമിറ്റഡ്? ഇപ്പൊ ഞാൻ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് ഉദ്ദേശിച്ചാൽ ഭയങ്കര വലിയ ലാർജ് സ്കെയിലോ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇപ്പൊ എക്സാമ്പിൾ മെഡിക്കൽ സംബന്ധമായ ഇപ്പൊ ബാൻഡേജസ് അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പം ക്ലിനിക്കില് ആവശ്യം വരുന്ന കുറെ സംഗതികളൊക്കെ ഇല്ലേ? ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ക്യാപ്സ്യൂൾസ് കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അതാ പറയുന്നത് മെഡിക്കൽ സംബന്ധമായ ആക്ടിവിറ്റി ഉണ്ട്, ചെയ്യാൻ പറ്റും. അത് നമ്മൾ എക്സ്റ്റേണൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന സംഭവങ്ങളാണോ നമ്മൾ ഇ കൊമേഴ്സിൽ? അതായത് സെപ്പറേറ്റ് പേയ്മെന്റ് ചെയ്തിട്ട്? അല്ലാതെ നമുക്ക് ഇ കൊമേഴ്സിന്റെ കൂടെ ഇപ്പൊ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് മിക്സ് മാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ള ഒന്നാണ് ഫ്രീ സോൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഇ കൊമേഴ്സ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ HR കൺസൾട്ടൻസിക്ക് ലൈസൻസ് എടുക്കാം, ആക്ടിവിറ്റി ആഡ് ചെയ്യാം, മിക്സ് മാച്ച് ചെയ്യാം. രണ്ടൊരു ബന്ധമില്ല, പക്ഷെ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഫ്രീ സോണിൽ. അതേപോലെ നിങ്ങൾക്ക് മെഡിക്കൽ എക്യുപ്മെന്റ് ട്രേഡിംഗ് പ്ലസ് ഇ കൊമേഴ്സ് ചെയ്യാം. അത് സ്പെഷ്യൽ കാറ്റഗറിയിലാണ് വരിക. ചില ഫ്രീ സോൺ അതോറിറ്റികളിൽ നോർമൽ പ്രൈസിൽ നിന്നും കുറച്ച് കൂടുതൽ നിൽക്കും. പക്ഷെ ചില അതോറിറ്റികൾ നോർമൽ പ്രൈസിങ്ങിൽ തന്നെ കൊടുക്കാറുണ്ട്. അജ്മാന്റെ ഒക്കെ അതോറിറ്റിയിലുണ്ട്, ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും.
ഓക്കെ. പിന്നെ എന്റെ വേറെ ഡൗട്ടാണ്, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ പബ്ലിക്കില് ആഡ് കാണാറുണ്ട്. ഇപ്പൊ 4999 നിങ്ങൾക്ക് ഫ്രീ സോൺ വിസ ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു സെറ്റപ്പ് ബിസിനസ് സെറ്റപ്പ് ചെയ്യാം. അപ്പൊ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള, അപ്പൊ ഏകദേശം എനിക്ക് ആ ഒരു എമൗണ്ട് കയ്യിൽ ഉണ്ടായാൽ മതിയോ ഈ ഒരു ഇ കൊമേഴ്സ് ലൈസൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? ഓക്കെ. ഈ 4999 നിങ്ങൾക്ക് ലൈസൻസ് മാത്രം നോക്കുന്നവരാണെങ്കിൽ കിട്ടും. ലൈസൻസ് കിട്ടും, ടെനൻസി കിട്ടും, MOA കിട്ടും, ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടും, ഫോർമേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇതൊക്കെയാണ് ബേസിക് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ അത് അതിൽ 11 ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? അതായത് നമ്മളൊരു ക്വസ്റ്റ്യൻ ഏതാ? അപ്പൊ അതല്ല ഈ 4999 എന്ന് പറയുന്നത് ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന സംഭവങ്ങളാണോ? കോർപ്പറേറ്റ് ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണോ ഉദ്ദേശിച്ചത്? ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളവരെന്താ വെച്ചാല് എന്താണ് ക്ലാരിറ്റിയോട് കൂടി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്ലനേഷൻ ചെയ്യാൻ കുറച്ചും കൂടി സൗകര്യമാവും. കോർപ്പറേറ്റ് ടാക്സ് മാൻഡേറ്ററി ആയിട്ട് വരുന്ന രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ വാറ്റ്, ഇതൊക്കെയാണോ ഉദ്ദേശിച്ചത്? അതെ 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 അതെ. ഓക്കെ. അത് ഞാൻ പറഞ്ഞുതരാം. അത് കോർപ്പറേറ്റ് ടാക്സ്, വാറ്റ് കാര്യങ്ങളൊക്കെ ചില ഇപ്പോ കൺസൾട്ടിങ് കമ്പനി, ഇപ്പോ ഞാനിപ്പോ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കൺസൾട്ടന്റ് ആയിട്ട്. ഇപ്പോ നമ്മൾ ചില അതോറിറ്റികൾ നമ്മളത് കോംപ്ലിമെന്ററി ആയിട്ട് പാക്കേജ് ആയിട്ട് കൊടുക്കാറുണ്ട്. അത് ലൈസൻസിന്റെ ഒപ്പം അതോറിറ്റി തരുന്നതല്ല. ഓക്കെ. അതോറിറ്റി തരുന്നത് ലൈസൻസ്, ടെനൻസി, MOA, ഷെയർ സർട്ടിഫിക്കറ്റ്, ഫോർമേഷൻ സർട്ടിഫിക്കറ്റ്. ഇത്രയാണ് ഒരു ട്രേഡ് ലൈസൻസിന്റെ ഒപ്പം നിങ്ങൾക്ക് അതോറിറ്റി തരുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട, പിന്നീട് നിങ്ങൾ ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ആണെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് ആണെങ്കിലും വാറ്റ് ആണെങ്കിലും പിന്നീട് നമുക്ക് കമ്പനി എടുത്തിരിക്കുന്ന കമ്പനി ഓണർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഓക്കെ. ബിസിനസ് സെറ്റപ്പ് കമ്പനികൾ കോംപ്ലിമെന്ററി ആയിട്ടോ അല്ലെങ്കിൽ സർവീസ് ചാർജ് ഈടാക്കിക്കൊണ്ടോ ചെയ്യും എന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ റിക്വയർമെന്റ് ആണ്. ഇനി ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതും എല്ലാവർക്കും കൂടി എടുക്കാൻ പറ്റും. ഒരു മിനിറ്റ്, അതായത് ഇപ്പോ നമ്മൾ അരുൺ, നിയാസ് എന്തോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. യെസ് സാർ, എന്തായിരുന്നു? ഓക്കെ. എനിക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടല്ല, എന്നാലും ഇപ്പൊ ലൈസൻസിന്റെ കാര്യം പറഞ്ഞപ്പോ 3 മെയിൻ ആയിട്ട് പറഞ്ഞത് മെയിൻലാൻഡ്, ഫ്രീ സോൺ, ഓഫ് ഷോർ. ഈ ഓഫ് ഷോർ എന്ന് പറഞ്ഞത് എനിക്ക് ഐഡിയ കിട്ടിയില്ല. അതിപ്പോ അത് എങ്ങനെയാ വരുന്നത് ഓഫ് ഷോർ അതിന്റെ? നമ്മളെ കാറ്റഗറിയിൽ വരുന്നതല്ല. ആ ഞാൻ ഇവിടുത്തെ UAE ലൈസൻസിങ് ഇതിനെ കാറ്റഗറീസ് മൊത്തം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇവിടെ ഇപ്പൊ അരുൺബറോ ലൈസൻസിങ്ങിന്റെ ഫേം അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ലൈസൻസിങ്ങിനായിട്ട് ഉള്ള ഒരു ജോബ് അങ്ങനെ അതിന്റെ ഇതാണോ? ഞാൻ ബിസിനസ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ 2 years ആയിട്ട്. അപ്പോ ഞാൻ നിങ്ങൾക്ക് ലൈസൻസ് ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും കാര്യം. ഇവിടെ ക്ലാരിറ്റി വരുത്തുന്നത് ഇ കൊമേഴ്സ് ലൈസൻസുമായി ബന്ധപ്പെട്ടതാണ്. ബാക്കിയുള്ള നമുക്ക് വേറെ കുറെ ആളുകൾ ചോദിക്കാനുണ്ടാവും ഇ കൊമേഴ്സിൽ എന്താണെന്നല്ല. കാരണം ഇത് ഒരുപാട് ആൾക്കാരുടെ ഡൗട്ട് ഉള്ളതാണ്. അപ്പൊ അവർക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചത്. ഇ കൊമേഴ്സ് നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കാണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഓക്കെ. എന്തായാലും ഞാൻ കോർപ്പറേറ്റ് ടാക്സിന്റെ വാറ്റിന്റെയും കാര്യങ്ങൾ പറഞ്ഞത് തുടങ്ങും, കാരണം അത് എല്ലാവർക്കും വേണ്ടി വരുന്ന ഒന്നാണ്. ഓക്കെ. സോ ഇപ്പോൾ ലൈസൻസ് നമുക്ക് റിലീസ് ചെയ്തു. ടെനൻസി, MOA, ഷെയർ സർട്ടിഫിക്കറ്റ്, ഫോർമേഷൻ സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി എമിറേറ്റ്സ് ID ഉള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സിലെ രജിസ്ട്രേഷൻ അത് മാൻഡേറ്ററി ആണ്. അത് ഈ പറഞ്ഞ രീതിയിൽ ലൈസൻസ് വന്ന ഡേറ്റ് ടു 90 വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളിൽ, 90 വർക്കിംഗ് ഡേയ്സ് അല്ല സോറി 90 ഡേയ്സിന്റെ ഉള്ളിൽ നമുക്ക് കോർപ്പറേറ്റ് ടാക്സിലെ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. ചിലപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ അക്കൗണ്ടൻസോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ കൺസൾട്ടൻസി നിങ്ങളെ വഴി എടുക്കുന്നവോ ആ ഒരു ഇപ്പൊ കോംപ്ലിമെന്ററി ആയിട്ട് തരാം, അല്ലെങ്കിൽ അവരുടെ വാല്യൂ ആഡഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് ഓരോ അതോറിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുന്ന അതോറിറ്റിക്ക് അനുസരിച്ച് അവരുടെ അതിന്റെ പ്രോഫിറ്റുകൾക്ക് ഇതിനൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാലും അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് അവൈൽ ചെയ്യാനായിട്ട് പറ്റും കോർപ്പറേറ്റ് ടാക്സിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വാറ്റ് എന്ന് പറയുന്നതിന് ഒരു ക്രൈറ്റീരിയ ഉണ്ട്. 1,75,000 ദിറംസിന്റെ റവന്യൂ ആവുമ്പോഴാണ് നമുക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്നത്, വാറ്റിലേക്കുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോ രണ്ട് രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അതുവരെയുള്ള ബില്ലുകൾ, അതുവരെ നമ്മൾ വാറ്റ് എടുക്കാതെ തന്നെയുള്ള ബില്ലുകൾ കാര്യങ്ങൾ ചെയ്തിട്ട് അതൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ വാറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് അവിടെയുള്ള മാർക്കറ്റുകൾക്ക് വാറ്റ് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ അക്കൗണ്ടൻസ് ത്രൂ ചെയ്യുന്നവരുണ്ട്. സോ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പോൾ വാറ്റും നിങ്ങൾക്ക് എടുക്കാം, അത് നിങ്ങളുടെ ആവശ്യമാണ് വാറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഇടയിൽ ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ആമസോണിന് ഇപ്പൊ ഷഫീഖ പറഞ്ഞ പോലെ നിങ്ങളെ പേഴ്സണൽ അക്കൗണ്ട് വെച്ചിട്ട് ചിലപ്പോൾ റൺ ആവുമായിരിക്കും. പക്ഷെ ഇപ്പൊ മറ്റു ഫേമുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബിസിനസ് ബാങ്ക് അക്കൗണ്ട് വേണം. ബിസിനസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇന്ന് UAE മാർക്കറ്റിൽ അത്യാവശ്യം ചാർജ് ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ്. അതായത് ഡയറക്റ്റ് പറയുന്നില്ല, നമ്മൾ ആരെ കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഇപ്പോൾ ട്രഡീഷണൽ ബാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ ബാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് ഓപ്പണിംഗിന് സർവീസ് ചാർജ് ഈടാക്കുന്ന ഒന്നാണ്.
ഇനി അല്ലാത്ത ഇപ്പൊ വയോ ബിസിനസ്, അതേപോലെ തന്നെ അങ്ങനെ ചെറിയ ഡിജിറ്റൽ ബാങ്കുകളുണ്ട്. ഡിജിറ്റൽ ബാങ്കുകൾ ഓപ്പൺ ചെയ്യുന്നതിന് ഇ കൊമേഴ്സ് പോലുള്ള ആക്ടിവിറ്റികൾ എന്ന് പറയുമ്പോൾ ഹൈ റിസ്ക് അല്ല, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മൾ ചില സമയത്ത് ഇപ്പോൾ ജനറൽ ട്രേഡിങ്, നേരത്തെ സജിൻ ചോദിച്ച പോലെ സോറി എന്തായിരുന്നു നമ്മൾ ചോദിച്ച മെഡിക്കൽ എക്യുപ്മെന്റ്, ഇങ്ങനെ ഇച്ചിരി ടഫ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഡിജിറ്റൽ ബാങ്കുകളിൽ നമ്മുടെ ഇനീഷ്യൽ സ്കോപ്പിന് കൂടുതലാണെന്ന് കണ്ടുകൊണ്ട് റിജക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ മറ്റൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ബാങ്ക് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു ട്രഡീഷണൽ ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് ചില സാഹചര്യം നമുക്ക് അതിന്റെ ഒരു സർവീസ് ചാർജ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ബാങ്കിലൊക്കെ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും ചെയ്തു തരാം. അപ്പൊ അതും നമ്മൾ ഒരു ഇതിൽ കാണേണ്ടതാണ്. പെട്ടെന്നായിട്ട് നിങ്ങൾ അതിൽ ഷോക്ക് ആവരുത്. എന്റെ ബിസിനസ് എനിക്ക് കോംപ്ലിമെന്ററി പറഞ്ഞതോ അല്ലെങ്കിൽ എന്റെ ഒരു ഡിജിറ്റൽ ബാങ്ക് അക്കൗണ്ട് ക്യാൻസൽ ആയി പോയി, എനിക്കത് കിട്ടിയില്ല, പക്ഷെ എനിക്കിനിപ്പോ വലിയൊരു അഡീഷണൽ കോസ്റ്റ് വരും, അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഷോക്ക് ആവരുത്. ഇഫ് ഇൻ കേസ് നിങ്ങൾ ആഡ് ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അത് ക്യാൻസൽ ആവുകയാണെങ്കിൽ യു ഷുഡ് റെഡി ടു സ്റ്റാർട്ട് വിത്ത് ഈ പറയുന്ന ഒരു ട്രഡീഷണൽ ഇതിലും മേ ബി സർവീസ് ചാർജോട് കൂടിയിട്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ള ഒരു ബാക്കപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി ഞാനൊന്ന് പോയിന്റ് ചെയ്യാൻ ഇതില്, നിങ്ങൾ ആഡ് ചെയ്യുന്ന ആക്ടിവിറ്റി, ഇപ്പൊ നിങ്ങൾക്ക് 10 ആക്ടിവിറ്റി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, 5 ആക്ടിവിറ്റി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ സ്ലോട്ട് ഫില്ല് ചെയ്തിട്ടേ പോകും എന്നുള്ള രീതിയിൽ ചെറപറ ആക്ടിവിറ്റീസ് എടുത്ത് ആഡ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ എന്റെ പേഴ്സണൽ സജഷൻ എന്ന് പറയുമ്പോൾ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നതാണെങ്കിൽ, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഫോക്കസ് എപ്പോഴും ഒരു പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഒരു ഇതിലായിരിക്കുമല്ലോ, അത് വെച്ചിട്ട് തുടങ്ങിയിട്ട് നിങ്ങൾ ആ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് മറ്റ് ആക്ടിവിറ്റികൾക്ക് എസ്റ്റാബ്ലിഷ് ആവുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് ബാങ്ക് അക്കൗണ്ടിന്റെ ആവശ്യങ്ങൾ. ഓക്കെ. ഓക്കെ. മുസ്തഫ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മുസ്തഫ യെസ്. ചോദിക്കാനുള്ളത്, ഞാൻ ഞാൻ ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ആമസോണിൽ ചെയ്യുന്നുണ്ട്, എമറേറ്റ് സൈഡ് വെച്ചിട്ട്. നമ്മളിപ്പോ പറഞ്ഞില്ല ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ടുള്ള മറ്റൊന്ന് ഇപ്പൊ ഇവിടെ GCC കൺട്രിയിലവർക്ക് കൊടുത്ത ലൈസൻസ് ഇല്ലേ, ഇതിപ്പോ എല്ലാവർക്കും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ നമുക്ക് ഈ പറഞ്ഞൊരു വാറ്റ് ഭാവി ഇപ്പം ഇല്ലാന്നാ പറയുന്നത്, പക്ഷെ ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടാവോ? ഉണ്ട്, അത് മാറ്റങ്ങളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ചെയ്ത് തരാം. വാറ്റും കോർപ്പറേറ്റ് ടാക്സും അവര് ആസ് പെർ ദ DET, അതായത് ദുബായ് ഗവൺമെന്റിന്റെ ആണ്, പിന്നെ ചേംബർ ഓഫ് ഇ കൊമേഴ്സ് നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് അത് എടുക്കുന്നത്. അപ്പൊ ഒരു ലൈസൻസ് റൺ ചെയ്യുന്നതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവർക്കും ബാധിക്കുന്നുണ്ട്. ഇതിലൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോ ഷെയർ ഹോൾഡർ ആഡ് ചെയ്യുന്നതിൽ വിസ എടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും അത് പറ്റില്ല. സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുകൾ ഇല്ല അതിൽ. അതായത് നിങ്ങൾക്ക് പ്യുവർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡായിട്ട് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ലീഗലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കോസ്റ്റ് കുറഞ്ഞ ഒരു ഓപ്ഷനാണ് ആ ഒരു ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അബ്ദുള്ള സാർ. ക്ലിയർ അല്ലേ? പിന്നെ വേറൊന്നും ചോദിക്കാനുള്ളത്, അതില് നമുക്ക് ഇത് ബാങ്ക് അക്കൗണ്ടിൽ നിർബന്ധമില്ല, പക്ഷെ ആ ലൈസൻസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ. ബിസിനസ് ബാങ്ക് അക്കൗണ്ട് ഡിഫിക്കൽട്ട് ആണ്. അതെ, ഡിഫിക്കൽട്ട് ആണ്. ചെയ്തു കൊടുക്കുന്നവരുണ്ടെന്നും കേൾക്കുന്നുണ്ട്, പ്രൈവറ്റ് പേഴ്സണൽ അക്കൗണ്ടിൽ പോകുന്നവരുണ്ടെന്നും കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ബിസിനസ് ബാങ്ക് അക്കൗണ്ടിന്റെ റിക്വയർമെന്റിൽ അവരെപ്പോഴും ഇജാരി ചോദിക്കും, ടെനൻസി കോൺട്രാക്ട്, അതായത് ടെനൻസി കോൺട്രാക്ട് ഓർ ഇജാരി, അതേപോലെ തന്നെ മെമ്മറാണ്ടം, ഇങ്ങനത്തെ ഡോക്യുമെന്റ്സ് ചോദിക്കും. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമുക്ക് ബിസിനസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ വേറൊന്നും കൂടെ, ആ ദുബായ് ആ ലൈസൻസ് എല്ലാ എമിറേറ്റ്സിലുള്ളവർക്കും എടുക്കാൻ പറ്റുമോ? അത് ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്, അതിന് പ്രശ്നമില്ല. കാരണം ദുബായ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പ്യൂർ ഓൺലൈൻ അല്ലേ, വേറെ ഒന്നും ഒരു ഓപ്ഷനും ഇല്ല അതിൽ, വേറെ ഫിസിക്കൽ ട്രേഡിങ്ങോ B2B ഒന്നും ഇല്ല അതിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാം, അത് പ്രശ്നമില്ല. ഓക്കെ, താങ്ക് യു. ഹലോ, ഞാൻ അഭിലാഷാണേ. ഓക്കെ. ഞാൻ ഈ ചെറിയ രീതിയിൽ FBA ഇത് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ ലൈസൻസിന്റെ കാര്യം ഇങ്ങനെ വന്നുകൊണ്ട് ചോദിക്കുക, ഇപ്പൊ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഈ ട്രേഡർ ലൈസൻസ് എടുക്കാൻ എന്താ ചാർജ് ആവുന്നത്? ഈ ട്രേഡർ ലൈസൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ബേസ് പറഞ്ഞുതരാം. അതായത് ലൈസൻസിന്റെ ഒരു എമൗണ്ട് വരുന്നുണ്ട്, 1000 സംതിങ് ആണ് അത് വരാം. പ്ലസ് ചേംബർ ഓഫ് ഇ കൊമേഴ്സിന് അതിന് ഒരു 393.50 സംതിങ് ഒരു എമൗണ്ട് വരുന്നുണ്ട്. പ്ലസ് നമുക്കത് ചെയ്യുന്ന ആളുകൾക്ക് സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പൊ മൊത്തത്തിലൊരു ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മേ ബി ഒരു 2000 ആയിരിക്കാം. ചിലവരുടെ സർവീസ് ചാർജ് 2500, 2000 ആ റേഞ്ചിലൊക്കെ ഇൻക്ലൂഡിങ് സർവീസ് ചാർജിൽ വാങ്ങാം. പക്ഷെ നമുക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ ലൈസൻസിന് 1000 സംതിങ്ങിന്റെ അടുത്ത് ലൈസൻസിങ് കോസ്റ്റ് പ്ലസ് ചേംബർ ഓഫ് ഇ കൊമേഴ്സിന്റെ എമൗണ്ട് ഒക്കെ ആയിട്ടാണ് വരിക. അത് എല്ലാ വർഷവും റിന്യൂവബിൾ ആവും? എവറി ഇയർ ഷുഡ് റിന്യൂ, സെയിം പർപ്പസ്. ഓക്കെ, താങ്ക് യു. അബ്ദുള്ള സാർ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാട്ടോ, സൈഡിൽ കാണാം. ഓഡിബിൾ ആണ്. അബ്ദുള്ള സാർ എന്തോ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അവിടെ അൺമ്യൂട്ട് ഓപ്ഷൻ ഉണ്ട്. സജിൽ, ഈ ട്രേഡ് ലൈസൻസും ഈ ദുബായ് ഗവൺമെന്റ് കൊടുക്കുന്ന ഓൺലൈൻ ലൈസൻസും തമ്മിൽ വ്യത്യാസമുണ്ട്? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? രണ്ടും ഒന്നാണ്.
രണ്ടും അതാണ് ഒന്നല്ല. പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ട്രേഡർ ലൈസൻസ് എന്ന് പറയുമ്പോൾ ദുബായ് DDയുടെ അണ്ടറിൽ കൊടുക്കുന്ന ഓൺലി ആ ഇ കോമേഴ്സ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ലൈസൻസ്. ആ രണ്ടും ഒന്നല്ലേ? അതെ അത് അതെ നമ്മൾ ഓൺലൈനിൽ എടുക്കുമ്പോൾ ഒരു 1300 സംതിങ് ആയിട്ടുള്ള വരുന്നുള്ളൂ. അത് നമ്മൾ അതാ വേറെ പറയുന്നത്. ഒരു അതാണ് ഞാൻ പറഞ്ഞത്. ലൈസൻസിന്റെ കോസ്റ്റ് 1070 ആണ്. പ്ലസ് ചാമ്പർ ഓഫ് ഇ കോമേഴ്സിന്റെ എമൗണ്ട് വരും. പിന്നെ നിങ്ങളത് ത്രൂ ചെയ്യിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സർവീസ് ചാർജുകൾ ഈടാക്കും. അത് ചേഞ്ചസ് വരാം, വേരിയബിൾ ആണ്. പലരും പല എമൗണ്ടിൽ ചോദിക്കും. എവറി ഇയർലി നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. എവറി ഇയർ റിന്യൂ ചെയ്യണം, എല്ലാ കൊല്ലം. അതെല്ലാ ലൈസൻസുകളും ഇപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ ലൈസൻസുകളും എവറി ഇയറിൽ റിന്യൂ ചെയ്യേണ്ടതാണ്. ചില അതോറിറ്റികൾക്ക് മൾട്ടിപ്പിൾ ഇയർ പാക്കേജുകൾ ഉണ്ട്. അതല്ലാതെ എല്ലാ കൊല്ലം റിന്യൂവബിൾ ആണ് കേട്ടോ എല്ലാ ലൈസൻസും. ഒരു ക്വസ്റ്റ്യൻ, ഇ കോമേഴ്സ് ലൈസൻസ് എടുക്കുമ്പോൾ ഇപ്പൊ ഞാനൊരു ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് ഒരു ആക്ടിവിറ്റി ആയിട്ട് ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു ആക്ടിവിറ്റി ലൈക്ക് വേറൊരു പ്രോഡക്റ്റ് നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ സെയിം അതായത് ആ ഒരു ഇ കോമേഴ്സ് എന്ന് അതായത് പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞോളൂ. അതായത് ഇപ്പൊ ഞാൻ ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് ആണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ ലൈക്ക് എയർ പ്യൂരിഫയേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഇതിന്റെ കൂടെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് B2B ഉദ്ദേശിക്കുന്നില്ല, ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ. അത് ഓൺലൈൻ അതായത് ഇപ്പൊ നമ്മള് ചൈനയിൽ നിന്നും മറ്റൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് ഞാൻ ഇപ്പൊ കൊറിയയിൽ നിന്നാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ചൈനയിൽ നിന്നാണ് ഞാൻ എയർ പ്യൂരിഫയേഴ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എനിക്കത് സെയിം ആ ഒരു കാറ്റഗറിയിൽ ചെയ്യാൻ പറ്റില്ലേ? ഡയറക്റ്റ് നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ അതിപ്പോ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് റീട്രേഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ആക്ടിവിറ്റി വെച്ച് ലൈസൻസ് എടുക്കുന്നതാണ് നല്ലത്. ആക്ടിവിറ്റി ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അത് നിങ്ങൾക്ക് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനും, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പോ ഒരു ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് UAE കൊണ്ടുവന്നിട്ട് നിങ്ങൾ അത് ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ട്രേഡിംഗ് ആക്ടിവിറ്റിയുള്ള ലൈസൻസ് ആവുന്നതാണ് ബെറ്റർ. ഇ കൊമേഴ്സ് പ്ലസ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ട്രേഡിംഗ്. അതായത് ഓൺലൈൻ മാത്രം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ ലൈക്ക് ആമസോൺ, നൂൺ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ എനിക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ കറന്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? ഇപ്പൊ ഞാൻ ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് ആണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇപ്പൊ കറന്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അതായത് എങ്ങനെ ഡയറക്റ്റ് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്യണം? ഞാൻ അധികമൊന്നുമില്ല, ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ആമസോണിൽ കൂടിയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു അപ്പൊ ഇമ്പോർട്ടിങ് എങ്ങനെ ചെയ്യാറപ്പോ? ഇമ്പോർട്ടിങ് ഇപ്പൊ ഞാൻ ഇ കോമേഴ്സ് ലൈസൻസ് എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പ്രൊഫസറാണ്. അപ്പോ ഇ കോമേഴ്സ് ലൈസൻസ് ഞാൻ എടുത്തിട്ട് അങ്ങനെ ചെയ്യുമ്പോ ഓൾറെഡി ഇ കോമേഴ്സ് ആഡ് ചെയ്യുമ്പോ നമുക്ക് ഇതിപ്പോ കുറച്ചും കൂടെ ഒരു നല്ലൊരു ലെവലിൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം. അതായത് ഇപ്പൊ ഹെൽത്ത് കെയർ പ്രോഡക്ട്സും അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ എയർ പ്യൂരിഫയേഴ്സും നമുക്കത് സെയിം ഇതിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതാ ഞാൻ പറയുന്നത്. എനിക്ക് അതിലൊരു ക്ലാരിറ്റി വേണ്ടത് ഇപ്പോഴും എന്താ വെച്ചാൽ എനിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എറർ ആയിരിക്കാം മേ ബി. ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നത് എന്താ വെച്ചെങ്കിൽ, നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഇപ്പോൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് റീട്രേഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഒരു വെയർ ഹൗസിലൊക്കെ സ്റ്റോർ ചെയ്തുകൊണ്ട് റീട്രേഡ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? മെയിൻ ആ ഒരു ആക്ടിവിറ്റി ആഡ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ആ ഫ്രീ സോൺ ലൈസൻസിൽ എന്താണോ പ്രൊഡക്റ്റ് നിങ്ങൾ ആ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ആക്ടിവിറ്റി ആഡ് ചെയ്തു. ജനറൽ ട്രേഡിംഗ് മതിയാവോ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാല്? ജനറൽ ട്രേഡിംഗ് ആഡ് ചെയ്യാം. ജനറൽ ട്രേഡിംഗിലെല്ലാം കവറായി പോകും. ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റുകൾ എന്താണെന്നുള്ളതൊന്ന് പറയണം. അത് എത്രത്തോളം എങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് നോക്കിയിട്ട് നമുക്ക് അതിന് എന്തെങ്കിലും അപ്രൂവൽ വേണ്ടി നോക്കണം. ഏതൊക്കെയാണ് ബ്യൂട്ടി കെയർ പ്രോഡക്ട്സ്? ലിസ്റ്റഡ് പ്രൊഡക്റ്റുകളാണോ? ലിസ്റ്റഡ് പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ചിലപ്പോ അതാ പറയുന്നത് ബ്യൂട്ടി കെയർ അത് കിട്ടി. അത് പക്ഷെ നമ്മൾക്ക് UAE അത് മാർക്കറ്റിംഗിന് ലിസ്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ വേണ്ടി വരും. ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ അപ്രൂവൽ, അതൊക്കെ നമുക്ക് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ഏതാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അറിയുള്ളൂ. എന്നിട്ടാണ് നമുക്ക് അത് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇ കൊമേഴ്സ് ഓൺലൈൻ മാർക്കറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ഈ പറയുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ പെർട്ടിക്കുലർ ആക്ടിവിറ്റി ആഡ് ചെയ്തോളൂ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് കൂടി എടുക്കാം. നമുക്ക് സമയം ഏകദേശം കഴിയാറായി. ലൈസൻസിങ്ങിന്റെ ഫ്രീ സോൺ ഒക്കെ ആണെങ്കിൽ ലൈസൻസിങ്ങിന്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു.
ലൈസൻസിങ് എന്ന് പറയുന്നത് അതോറിറ്റിക്ക് അനുസരിച്ചിട്ട് ചില അതോറിറ്റികളാണെന്ന് വെച്ചെങ്കിൽ 1 to 2 3 വർക്കിംഗ് ഡേയ്സിൽ ചിലത് കിട്ടും. ചിലത് മാത്രം നമ്മളുടെ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ്, അതായത് നിങ്ങൾ പാസ്പോർട്ട്, വിസ കോപ്പി, എമിറേറ്റ്സ് ID കോപ്പി, ഇപ്പൊ നോൺ റെസിഡൻസ് ആയിട്ടുള്ള ആളുകളാണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ വിസിറ്റ് വിസ ആണെങ്കിലോ ക്യാൻസൽ വിസ ആണെങ്കിലോ അതിന്റെയൊക്കെ കോപ്പികൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ചില അതോറിറ്റികൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിക്കും. പാസ്പോർട്ട് ഒക്കെ സ്കാൻ ചെയ്യുന്ന സമയത്ത് 4 edge ഷുഡ് ബി ക്ലിയർ. അങ്ങനെയാണ് അതിന്റെ റിക്വയർമെന്റ്. എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്ഷൻ KYC ആണ്. KYCക്ക് വെയിറ്റ് ചെയ്ത് അധികം വൈകാതെ തന്നെ KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലൈസൻസ് കിട്ടും. ചില ആക്ടിവിറ്റികൾ നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ EDD ഡോക്യുമെന്റ്സ് ചോദിക്കും, ഇജാരിയുടെ കോപ്പി. ഇനിയിപ്പോ നമ്മൾ ബെഡ് സ്പേസിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സുഹൃത്തിന്റെ വെക്കും, അപ്പൊ നമ്മൾ ഡിക്ലറേഷൻ വെക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് തന്നെ ലൈസൻസുകൾ റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ചോദിച്ചോട്ടെ, ആ അപ്പൊ നമ്മളിപ്പോ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ റീട്രേഡ് അല്ലെങ്കിൽ e-commerce ആയിട്ട് ചെയ്യാണ്. അപ്പോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കൺസ്യൂമബിൾസ് അങ്ങനെ ഓരോ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അത് ഓരോന്നും ഓരോ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യണമെന്നോ അതോ ഇപ്പോ പുറത്തുനിന്ന് വരുന്ന എല്ലാം ഇമ്പോർട്ടും നമ്മൾ ഒറ്റ ആക്ടിവിറ്റിയുടെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റുമോ? അതായത് നിങ്ങളിപ്പോ പർട്ടിക്കുലർലി ഇമ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിന്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി ലൈസൻസിലുള്ളതാണ് നല്ലത്. ഇപ്പൊ നിങ്ങൾ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ICP കോഡ് എടുക്കണം ലൈസൻസിന്റെ മുകളിൽ. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളിപ്പോ ഇലക്ട്രോണിക്സ് ഒരു പ്രൊഡക്റ്റ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ ഇത് രണ്ടും അങ്ങനെ രണ്ട് എടുക്കാം. ആക്ടിവിറ്റി അല്ലെങ്കിൽ ആയിട്ടാണ് ജനറൽ ട്രേഡിംഗ് ആഡ് ചെയ്യാം. ജനറൽ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗോൾഡ്, സിൽവർ, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, അങ്ങനെയുള്ള ഹൈ റിസ്ക് അല്ലാത്ത അല്ലെങ്കിൽ എക്സ്ട്രാ അപ്രൂവൽസ് വേണ്ടി വരാത്ത ആക്ടിവിറ്റികളുടെ എല്ലാം ട്രേഡ് ചെയ്യാവുന്ന ഒന്നാണ്. ഡയറക്റ്റ് B2Bയും e-commerceഉം ചെയ്യാനുള്ള ആക്സസ് അതിലുണ്ട്. അപ്പൊ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിന് കസ്റ്റംസ് ക്ലിയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാ വരിക? ലൈക്ക് ഇത് ഇപ്പോ കൺസ്യൂമബിൾസ് അല്ലെങ്കിൽ കെമിക്കൽസ് അങ്ങനെ ആയിട്ടാണോ ക്ലാസിഫിക്കേഷൻ വരിക? അതായത് ഇപ്പോ UAE ഇതില് ഇപ്പൊ നമുക്ക് ആക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് അറിയുക. സോ അതില് വേരിയബിൾ ആണ്. അതായത് ചിലപ്പോൾ നമുക്ക് ചില പ്രൊഡക്റ്റുകൾ അത് ഇവിടെ നോൺ ലിസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് കുറച്ച് ഹൈ റിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കാം. ഇപ്പോ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പർച്ചേസർ എന്ന് പറയുന്ന വ്യക്തി ലിസ്റ്റഡ് ആയിരിക്കണം. കാരണം അത് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ബ്യൂട്ടി പ്രോഡക്റ്റ് ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇതിനൊക്കെ നമ്മൾ റൂട്ട് അന്വേഷിച്ച് പോവുക. അപ്പൊ നിങ്ങളത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പർച്ചേസ് ബില്ല് വേണം. നിങ്ങളത് എടുത്തിരിക്കുന്ന വ്യക്തി അത് ലീഗലി അവിടെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഇത് ഉണ്ടാക്കാനും എക്സ്പോർട്ട് ചെയ്യാനുള്ള ആക്സസ് ഉള്ള ഒരു വ്യക്തിയുടെ ആയിരിക്കണം നിങ്ങളത് പർച്ചേസ് ചെയ്യേണ്ടത്. ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോ നിങ്ങളൊരു കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നിങ്ങൾക്കെതിരെ ഒരു ചോദ്യം വരിക. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? നിങ്ങളുടെ അതിന്റെ പർച്ചേസ് ബില്ല് വേണം. നിങ്ങൾ ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ പർച്ചേസ് ബില്ല്, നിങ്ങൾ ആ പർച്ചേസ് ചെയ്ത വ്യക്തി ഓതറൈസ്ഡ് ആവും. അങ്ങനെ അത് ആ റൂട്ടിലേക്ക് പോകും. അപ്പൊ നമ്മളിപ്പോ പുറത്തുനിന്ന് ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തും ഇമ്പോർട്ട് ചെയ്തിട്ട് പോർട്ട് വരെ എത്തിക്കാം. അപ്പൊ ഇവിടെ ഗവൺമെന്റ് അണ്ടറിൽ എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻ ആൻഡ് റെഗുലേഷൻസ് ഉണ്ടോ? ഇന്ന സാധനങ്ങൾ ഇന്ന കാറ്റഗറിയിൽ വരും. ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകൾക്ക് ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ചെയ്യേണ്ടി വരും. കാരണം അതായത് നമ്മൾ ആ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കേണ്ടി വരും. താങ്ക് യു. അപ്പം ഒരുവിധം ആളുകളുടെ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ കൃത്യമായി തന്നെ മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്. കാരണം ഒരുപാട് പേര് ഇതിന്റെ ആബ്സെൻസ് ഉണ്ട്, രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത, പിന്നെ ഇതിന്റെ റെക്കോർഡ് അവൈലബിൾ ആവാന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം 8:30 വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഇതിൽ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ പല ആളുകൾക്കും രജിസ്റ്റർ ചെയ്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. പല ആളുകൾക്കും ഇത് ഓൺ ദ സ്പോട്ട് വരാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരുന്നു. 1-2 ഫീഡ്ബാക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു 3 മിനിറ്റ് ടൈം ഉള്ളത്. ഈ ഒരു പ്രോഗ്രാം വളരെ 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 ഉപകാരപ്പെടും. ഞാൻ കുറെ നിങ്ങൾ പ്രൈവറ്റിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഒരുവിധ കാര്യങ്ങളൊക്കെ ഇപ്പൊ വ്യക്തമായിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. ഇപ്പൊ സമയമില്ലല്ലോ, എനിക്ക് അടുത്ത മീറ്റിംഗിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. കമ്മ്യൂണിറ്റിയിൽ ഉണ്ടല്ലോ, കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമാണ് ഇത്, പബ്ലിക് അല്ല. നമ്മള് പബ്ലിക് അല്ല. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് അപ്ഡേഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ ആമസോൺ മാത്രമാണ് ഇൻകം സോഴ്സിംഗ് എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. അതും ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻകം സോഴ്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. കാരണം ഒന്നും അറിയേണ്ട ആവശ്യമില്ല.
ഒരു ഇത് ഒരു മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്താൽ തന്നെ അത്യാവശ്യം ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. വരുന്ന ദിവസങ്ങളിൽ അത് ഷെയർ ചെയ്യും. അതിനായിട്ട് സെപ്പറേറ്റ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ ഒരു ഫീഡ്ബാക്കും കൂടി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്തായാലും ഷെഫിക്കാട് പ്രത്യേകം നന്ദി ഇങ്ങനെ ഒരു ക്ലാസ് ഓർഗനൈസ് ചെയ്തതിൽ. ഇനി മുന്നോട്ട് ഇങ്ങനെ ഒരു ക്ലാസ് വെക്കുമ്പോൾ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇത്രയും മെമ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ മെമ്പേഴ്സിന്റെയും കൂടെ ഡൗട്ടുകൾ ആദ്യം എന്തൊക്കെയാന്ന് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതായത് നമ്മളിത് ഓർഗനൈസ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ ഇന്ന് ഇങ്ങനത്തെ സെക്ഷനൊക്കെയാണ് വരുന്നത്, അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് റെഫർ ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വെച്ചോ, എന്നിട്ട് നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാനുള്ളതും ക്ലാസിന്റെ ക്വസ്റ്റ്യൻസും എല്ലാതെയും എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. തീർച്ചയായും ഇത് കണ്ടിന്യൂഷൻ ഉണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്താണ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരിക. കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് വരും, എല്ലാ അപ്ഡേറ്റും വരും. ഓക്കെ, ഒരു 30 സെക്കൻഡ് കൂടി ബാക്കിയുണ്ട്. ഷഫീഖ് ബോസ്, അരുൺ ബോസ്, ക്ലാസ് അടിപൊളിയായിരുന്നു. ഓക്കെ, ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ആയിട്ടുണ്ട്. വളരെ നന്ദി. ഓക്കെ, ഇനിയിപ്പോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പേഴ്സണൽ ആയിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവോ? നിങ്ങൾ അവൈലബിൾ ആയിട്ട്? അതിനാണ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള വരുന്ന പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട്. അത് വീക്കിലി ഉള്ള ഒരു മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ അതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആമസോണും അതേപോലെ ഓൺലൈൻ ട്രേഡിങ്ങും നൂണും ട്രെൻഡികളും ഇപ്പൊ ആമസോൺ മാത്രമല്ല, ഒരുപാടുണ്ട്, അറിയാലോ. അപ്പൊ ഇതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ക്ലാസ്സസും അതുമായി ബന്ധപ്പെടുന്ന അപ്ഡേഷൻസും അതുപോലെ വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്ന വളരെ കുറഞ്ഞ ടൈം സ്പെൻഡ് ചെയ്താൽ തന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്താൽ തന്നെ പർച്ചേസിങ് നമുക്ക് കമ്മീഷൻ കിട്ടുന്ന ഒരുപാട് ഇതുണ്ട്. കാരണം അത്രയും വൈഡാണ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക്സ്. ഇങ്ങനെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തതിന് ഇനിഷ്യേറ്റീവ് എടുത്ത സാറിന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. അരുൺ സാറിനും. അതുപോലെ എൻ്റെ ഒരു റിക്വസ്റ്റ്, ഇതുപോലെ ഒരു ക്ലാസ് ഇനിയും 1-2 സെക്ഷൻസ് എങ്കിലും മിനിമം കണ്ടക്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായും കമ്മ്യൂണിറ്റിയില് ലൈവ് ആവാം. ഇത് VIP കമ്മ്യൂണിറ്റി അല്ല, VIP കമ്മ്യൂണിറ്റി വേറെ ഉണ്ട്. ഇത് പബ്ലിക് കമ്മ്യൂണിറ്റി ആണ്. പക്ഷെ ഇതിനകത്താണ് ബാക്കി വരുന്ന അപ്ഡേഷൻസും ഈ പറഞ്ഞ പ്രോഗ്രാമിന്റെ എല്ലാം ഒന്നും പുറത്ത് അനൗൺസ് ചെയ്തിട്ടില്ല. പ്രോഗ്രാമിന്റെ എല്ലാം കമ്മ്യൂണിറ്റിയിലാണ് വരിക. ഒറ്റയ്ക്കല്ല, എല്ലാത്തിനും കൂടെ ആൻസറുകളായ ആളുകളുണ്ട്. അപ്പൊ അതിലുള്ള എക്സ്പെർട്ടുള്ള ആളുകൾ അതിനനുസരിച്ച് ആൻസർ ചെയ്യും. കാരണം ഈ ഒരു പ്രോഗ്രാം വെക്കാനുള്ള കാരണം ഒത്തിരി പേർക്ക് ഈ ഒരു ഡൗട്ട്സ്. ഇപ്പൊ ഞാൻ ലൈസൻസ് എടുക്കുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു, ഏതാ എടുക്കേണ്ടത്, എവിടെയാണ് കറക്റ്റ് അതിന്റെ പൊസിഷൻ കിടക്കുന്നത്. എടുത്തു കഴിഞ്ഞാലാണ് പിന്നെ 1-2 മാസം കഴിഞ്ഞിട്ട് പല ആളുകളും ടാക്സ്, വാറ്റ്, അതുപോലെ CT ഒക്കെ ഇത് വേണം, ബില്ല് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനൊക്കെ നല്ല ഫൈനാണ് വരുന്നത്. UAE ഗവൺമെന്റ് അറിയാലോ. അപ്പൊ അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റ് കീപ്പ് ചെയ്തിട്ട് തന്നെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം. ആമസോണിൽ വരാൻ പോകുന്നത് 31 ഡിസംബർ 31 വരെ അതിന് ടൈമുണ്ട്, ഇൻഡിവിജ്വൽ അക്കൗണ്ട്. അത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഉണ്ടെങ്കിലും അത് സ്റ്റോപ്പ് ആകും. സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ റിക്കവറി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നല്ല ബിസിനസ് നടക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ലൈസൻസ് ആക്ടിവേഷൻ ചെയ്തിട്ട് വേഗം നല്ല അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യാം. ഇല്ല, ഇനിയിപ്പോ അതിനൊന്നും താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് ഫണ്ട് ഉണ്ടെങ്കിൽ വേഗം അത് റിവേഴ്സ് ചെയ്യാം. ഓക്കെ.